രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. നമ്മളെപ്പോഴും രാധാസഹായം അതിസുന്ദരമന്ദഹാസം പറയും. പക്ഷെ ശരിക്കും രാധയുടെ ഒരു സാന്നിധ്യവും ഒക്കെ നമ്മൾ അറിയുന്നത് വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോഴാണ്. രാധാസഹായം എന്ന് പറയുമ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട്, മലയാളത്തിൽ പറയുന്ന സഹായമാണ്, ഞാൻ ഭാര്യയ്ക്ക് സഹായം ചെയ്യും. ആ സഹായമല്ല അവിടെ. സഹ എന്ന വാക്ക് സഹ അയമാണ്, ഒന്നിച്ച് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാധയോട് ഒന്നിച്ചുള്ള ഭഗവാനെ ആയിട്ടാണ് ഗുരുവായൂരപ്പനെ നമ്മളിവിടെ നമസ്കരിക്കുന്നത്. പക്ഷേ അത് ശരിക്കത് അനുഭവവേദ്യമാകുന്നത് വൃന്ദാവനത്തിലൊക്കെ പോകുന്ന യുഗളമൂർത്തിയായിട്ടും, പിന്നെ വൃന്ദാവനം മുഴുവൻ രാധയാണല്ലോ. വിഷ് ചെയ്യുന്ന മുഴുവൻ രാധേ 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 രാധേശ്യാം അങ്ങനെയൊക്കെയാണ്. വൃന്ദാവന റാണി എന്നാണ് രാധയെ വിശേഷിപ്പിക്കുക. പക്ഷെ ഭാഗവതത്തിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ ശ്രീ ശുബ്രഹ്മർഷി രാധയെ ഒഴിവാക്കി. അതിന് പല കാരണങ്ങളൊക്കെ സൂചിപ്പിക്കും. അതുകൊണ്ട് രാധ വാക്ക് തിരിച്ചിട്ടാൽ ധാര എന്നാകുന്ന അല്ലേ, ഭഗവാനിലെ അനന്തമായ ആ പ്രവാഹത്തെയാണ് രാധാ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് രാധയെ കല്യാണം കഴിച്ചില്ല? എനിക്കെങ്ങനെ എൻ്റെ പ്രകൃതിയെ കല്യാണം കഴിക്കാൻ സാധിക്കുക? അഗ്നിക്ക് എങ്ങനെയാണ് അഗ്നിയുടെ ചൂടിനെ വിവാഹം ചെയ്യാൻ സാധിക്കുക? പഞ്ചസാരയ്ക്ക് എങ്ങനെയാണ് പഞ്ചസാരയുടെ മാധുര്യത്തെ? രണ്ടും ഒന്നല്ലേ അല്ലേ? ആ ഇൻസപ്പറബിൾ എന്ന ഭാവം സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ ഉദാഹരണം ആവശ്യമില്ല. അഗ്നിയും ചൂടും പോലെ പഞ്ചസാരയും മാധുര്യവും പോലെ ഭഗവാനിലെ നിരന്തരമായ ധാരാപ്രവാഹമാണ് രാധ. അടുത്ത് ചോദിക്കുന്നതാണ്, രാധയെ പറഞ്ഞ് പറ്റിച്ചില്ലേ, കഴിച്ചില്ല? മനസ്സിലാക്കാൻ പ്രയാസം. സാധാരണ ബുദ്ധിക്ക് ആ ചോദ്യമൊക്കെ ശരിയുമാണ്. ഏതായാലും ഉദ്ധവരും ഗോപികമാരും തമ്മിലുള്ള ഒരു സംവാദഭാഗത്തിലേക്ക് ചിന്തിക്കാം. നേരത്തെ സൂചിപ്പിച്ചത് 46-ാമത്തെ അധ്യായത്തിലാണ് ഉദ്ധവരെ അവതരിപ്പിക്കുന്നത് ഭാഗവതത്തിൽ. കൃഷ്ണേനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. ആ ഉദ്ധവരോടാണ് ഭഗവാൻ ആദേശം, നിർദ്ദേശം, ഉപദേശം, പല തട്ടുകളാണ്. ഒരാദേശം, ഒന്ന് വ്രജത്തിൽ പോയിട്ട് അച്ഛനമ്മമാരെയും ഗോപികമാരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചു വരൂ, അവരെൻ്റെ വിരഹത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരാണ്. അപ്പോഴും അത് ആചാര്യന്മാർ പല ഭാവത്തിൽ സൂചിപ്പിക്കും. ബുദ്ധിസത്തമനാണ്, ബൃഹസ്പതിയുടെ ശിഷ്യനും കൂടെ ആയപ്പോഴത്തേക്ക് ആ ഒരു തലത്തിലാണ്. അപ്പോൾ ആ ഒരു പാണ്ഡിത്യ ഗർവ് ഉദ്ധവർക്കുണ്ടായിരുന്നു എന്നും, ആ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഭക്തി എങ്ങനെയാണെന്നുള്ളതും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൂജ്യ ഗുരുദേവും ആഞ്ഞവും തമ്മിലുള്ള ഒരു സമ്മേളനത്തിൻ്റെ ഒരു സൂചന പറയാറുണ്ട് നമ്മുടെ സന്യാനന്ദ സ്വാമിജി പറയുന്നത്. ബോംബെയിൽ ഗുരുദേവൻ്റെ യജ്ഞം നടക്കുമ്പോഴാണ് ഗുരുദേവ് അറിഞ്ഞു ആഞ്ഞം അവിടെ എവിടെ ഒരിടത്തൊരു സപ്താഹം ഉണ്ടാകുന്നത്. ഉടനെ ഏർപ്പാടാക്കി യജ്ഞവേദിയിലേക്ക് വന്നു. കാരണം യജ്ഞവേദിയിലേക്ക് ആര് വന്നാലും ഗുരുദേവ് അവിടെ നിന്ന് എഴുന്നേക്കുകയോ അനങ്ങുകയോ ഒന്നും ചെയ്യില്ല എന്നർത്ഥം. പക്ഷേ ആഞ്ഞം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവ് വേദിയിൽ നിന്ന് ഇറങ്ങി പോയി ആജ്ഞത്തിനെ സ്വീകരിച്ച് വേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ചു. എന്നിട്ട് ഗുരുദേവ് ആജ്ഞത്തിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ജ്ഞാനം ഭക്തിയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഐ സ്പീക്ക് ഹി പ്രാക്ടീസസ്. വ്യത്യാസമാണ്. അപ്പോൾ ഭക്തിയുടെ ആ ഒരു അനുഭൂതി ഉദ്ധവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ധവരെ തന്നെ അങ്ങോട്ട് വിട്ടതെന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ ചെന്ന് ഗോപികമാരുമായിട്ടുള്ള ഒരുപാടുണ്ട്, അതൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഇവർ തമ്മിലുള്ള ആ ഇൻ്ററാക്ഷൻ ആദ്യം സൂചിപ്പിക്കുന്നത് 47-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതലാണ്. ആ ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോഴാണ് താൻ ധരിച്ചിരുന്നത് ഒരുപാട് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നർത്ഥം. നമ്മൾ പലപ്പോഴും നയിക്കപ്പെടുന്നത് ചില ധാരണകളെ കൊണ്ടാണ്. ഈ ധാരണകൾ തിരുത്താൻ തയ്യാറാകലാണ്
ഒരു സാധകൻ ഉണ്ടായിരിക്കേണ്ട വലിയൊരു യോഗ്യത. പലപ്പോഴും നമ്മുടെ അഹംബോധം, അഹങ്കാരം അതിന് തടസ്സം നിൽക്കും. ഞാൻ ധരിച്ചതൊക്കെ ശരിയാണ്. ഉദ്ധവർക്ക് ആ ഒരു മാറ്റം നമുക്ക് വലിയൊരു സന്ദേശത്തെയാണ് തരുന്നത്. അവരോട് സൂചിപ്പിക്കുന്നു, അഹോ യൂയം സ്മപൂർണാർത്ഥാ ഭവത്യോ ലോകപൂജിതാഹ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ. ആ ഭക്തി അത്യാശ്ചര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു ഭക്തി ഞാൻ വേറെങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്നർത്ഥം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, അദൃഷ്ടം അശ്രുതം. നരസിംഹാവതാര ഭാഗത്ത് ദേവിയോട് പോയി ഒന്ന് സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കാണിത്, അദൃഷ്ടം അശ്രുതം. കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്ന് അതുകൊണ്ട് ഇങ്ങനൊരു ഭക്തിവിശേഷം ഉണ്ടായില്ല. വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ. ദുർലഭമായ, കാരണം ഭഗവത്ഗീത ഭഗവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. സമസ്തവും വാസുദേവൻ. അവിടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വസിച്ചുകൊണ്ട്, എല്ലാറ്റിനെയും വസിപ്പിച്ചുകൊണ്ട്, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന, സജീവമാക്കുന്ന, സക്രിയമാക്കുന്ന, ഇല്ലിവൻ ചെയ്യുന്ന, എൻലിവൻ ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന ആ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് വാസുദേവൻ എന്നുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മുറിച്ച് മനസ്സിലാക്കണം. വാസു പ്ലസ് ദേവനാണ് വാസുദേവൻ. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞാൽ സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ്. വസുദേവപുത്രൻ എന്നുള്ള അതിൻ്റെ സെക്കൻഡറി മീനിങ് ആണ്. ശ്രീകൃഷ്ണ അഷ്ടോത്തരത്തിൽ ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈ രണ്ട് വാക്കും വരുന്നുണ്ട്. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതനഃ വസുദേവാത്മജ കൃഷ്ണ. രണ്ടാമത്തേതിൽ വസുദേവാത്മജ എന്ന് പറഞ്ഞതാണ് വസുദേവരുടെ പുത്രൻ എന്നുള്ള അർത്ഥം. അപ്പോൾ ആദ്യം ഉപയോഗിച്ച വാക്ക് സമസ്ത ചരാചരങ്ങളിലും. അത് ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ സ്പഷ്ടമായിട്ട് ഭഗവാൻ സൂചിപ്പിച്ചു, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ശരിക്കും ഭഗവാന്റെ ആധാർ കാർഡാണത് എന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ എൻ്റെ ആധാർ കാർഡാണ്. നമ്മളെ ഗുരുദേവനിലേക്ക് എത്തിച്ച ആദരണീയനായ ഒരു പുരുഷോത്തമ സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജി പറയാം, ഭഗവാൻ വാസ് ഓൾവേസ് കീപ്പിംഗ് 2 cards ഇൻ ഹിസ് പോക്കറ്റ്, 1 ഐഡൻറ്റിറ്റി കാർഡ് ആൻഡ് അനദർ ഗ്യാരണ്ടി കാർഡ്. ഓഫ് ആൻഡ് ഓൺ ഹി വിൽ ഷോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഗ്യാരണ്ടി കാർഡും മാറി മാറി കാണിക്കുക. കാരണം കുറേ ഗ്യാരണ്ടികളുണ്ടല്ലോ ഭഗവത്ഗീത. അതിൽ ഐഡൻറ്റിറ്റി കാർഡിൽ ആദ്യം വെച്ചിരിക്കുന്ന കളർഫുള്ളായിട്ട് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡാണ് 10-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അതാണ് ഇവിടെ വാസുദേവ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വാസുദേവ സർവമിതി സമഹാത്മാ. വെങ്കടാചലപതിയുടെ അവിടുത്തെ സ്തോത്രം രാവിലെ കഴിയുമ്പോൾ അവിടെ സൂചിപ്പിക്കും, സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. ആരാ വാസുദേവൻ? സർവഭൂത നിവാസ അസി. ആ വാസുദേവനിലാണ് നിങ്ങൾക്ക് ഭക്തി ഉറച്ചിരിക്കുന്നത്. അപ്പോൾ വാസുദേവ ശബ്ദത്തെ ഈ രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഭഗവത്ഗീത എന്ന ഏറ്റവും കോട്ടയാവുന്ന ഒരു ഇതാണ്, വാസുദേവ സർവം ഇതി സമഹാത്മ. ആ ഉറപ്പ് വന്ന മഹാത്മാക്കൾ സുദുർലഭ. അതുറച്ച് കിട്ടാൻ അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നല്ലോ എന്നാണ്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ എല്ലാവരാലും പൂജിതനായ ആളാണ്. ദാനവ്രത തപോഹോമ ജപസ്വാധ്യായനം സമൈഹി സംയമൈഹി ശ്രേയോഭിർവിവിധന്യൈ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ദാനം, വ്രതം, തപസ്, ഹോമം, ജപം, വേദാധ്യയനം, അഷ്ടാംഗയോഗം, ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണ്? കൃഷ്ണനിൽ ഭക്തി ഉറച്ചിട്ടുണ്ടോ? അതിന് സഹായിക്കുമെങ്കിൽ ഇതെല്ലാം കൊള്ളാം. ഹരിഹം ഹരിഹം. അതിന് സഹായിക്കുമെങ്കിൽ ഇതെല്ലാം കൊള്ളാം. ആ പർപ്പസ് സെർവ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥം. അതുകൊണ്ട് അത് സാധിക്കണം. അപ്പോൾ ഭഗവത് കഥാശ്രവണത്തിൽ താല്പര്യമുണ്ടാകും. ഭഗവത് കഥാമൃതം കാതുകളാകുന്ന ഫണലിൽ കൂടി ഒഴുകി ഹൃദയത്തിലേക്ക് എത്തണം എന്നാണ് ഒരു ഭാവന പറയുന്നത്. അപ്പോൾ കാതുകളുടെ ഉപയോഗം എന്താണ്? ഭഗവത് കഥകൾ
കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭഗവത് കഥകൾ കേൾപ്പിച്ച് കേൾപ്പിച്ച് എന്നെ അങ്ങ് ആ പരമമായ ഒരു പദവിയിലേക്ക് ഉയർത്തിയില്ലേ എന്നാണ് സാക്ഷാൽ പരീക്ഷിത് മഹാരാജാവ് അവസാനം തൻ്റെ അനുഭൂതി ശ്രീ ശിവബ്രഹ്മർഷിയോട് ബോധ്യപ്പെടുത്തുന്നത്. ഇനി എന്ത് ചോദ്യം, ഇനി എന്ത് കേൾക്കാൻ? വാട്ട് എൽസ് വുഡ് യു ലൈക്ക് ടു ഹിയർ ഫ്രം മീ? ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന, ബൈ യുവർ ഗ്രേസ് അലോൺ ഭവതോ ദർശനം യസ്യാത്. ആ പരവുമായ പദത്തെ അങ്ങ് ബോധ്യപ്പെടുത്തിയില്ലേ. അനുജാനീഹി, ഇനി എനിക്ക് വിടാൻ അനുവാദം തരും. തക്ഷകൻ വരാനായിട്ടുണ്ട്, വഴിയിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇനി എനിക്ക് അപ്പോൾ തക്ഷകൻ കടിക്കുന്നത് വെച്ചിട്ടല്ല പരീക്ഷിത്ത് മരിക്കുന്നത്. പരീക്ഷിത്ത് തൻ്റെ ദേഹത്തോടുള്ള എല്ലാ ബന്ധത്തെയും വിടർത്തിക്കഴിഞ്ഞിരുന്നു. അതെന്താ കാരണം? ഭഗവത് കഥകളെ കേട്ടു. അതുകൊണ്ടാണ് ഭാഗവത കീർത്തനത്തിൽ പറയുന്നത്, കൗതുകമൊന്നിലുമില്ലിനി മഹതാം ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ചെയ്യാ. വേറൊന്നിലും ഇനിയും കൗതുകമില്ല, താല്പര്യമില്ല. ഒരേ ഒരു കാര്യം, എന്ത്? മഹതാം ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ. എന്താ ഈ മഹതാം ഭക്തന്മാരെന്ന് എടുത്തു പറയാൻ കാര്യം? വെറുതെ രണ്ടു നേരം അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതു മോശമാക്കി പറയല്ലേ, തെറ്റിദ്ധരിക്കരുത്. അവരെ മഹതാം ഭക്തന്മാരുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. ആരാ മഹതാ ഭക്തന്മാർ? ഭഗവത് തത്വത്തെ അറിഞ്ഞ് ഭഗവാനെ ഉപാസിക്കുന്നവരാണ് മഹത്തുക്കൾ. അതാണ് മഹതാം ഭഗവത് ഭക്തന്മാരോട് കൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ. സത്സംഗത്തിൻ്റെ നിർവചനം അതാണ് പറയുക, തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം എന്നാണ്. മ്യൂച്വൽ ബെനിഫിറ്റാണ് അത്. ഇങ്ങനെ ആണ് തത് ചിന്തനം തത് കഥനം അന്യോന്യം. ഇത് ഗോപികമാർക്ക് സാധിച്ചില്ലേ. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണ്? ശുദ്ധി, ഭഗവാനിൽ ഭക്തി ഉറയ്ക്കണം. ഭഗവത്യുത്തമ ശ്ലോകേ ഭവതേഭിരനുത്തമ ഭക്തി പ്രവർത്തിതാദിഷ്ട മുനീനാമഭി ദുർലഭ. നിരന്തരമായിട്ട് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന യോഗീന്ദ്രന്മാർക്ക് പോലും കിട്ടാത്ത ഭക്തിയാണല്ലോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഗുരുവായൂരപ്പനെ ഭട്ടതിരിപ്പാട് അങ്ങനെയല്ലേ സ്തുതിക്കുന്നത്, യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസ ഭക്താനാം കാമവർഷദ്യുതരിസലയം നാഥത്തെ പാദമൂലം. നാരായണീയത്തിലെ പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ ഈ വരിയാണ് പറയേണ്ടത്, നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം. അത് നിങ്ങൾക്ക് സാധിച്ചില്ലേ? ഭക്തി പ്രവർത്തിതാദിഷ്ട മുനീനാം അഭിദുർലഭ. മനനശാലികളാണ്, മൗനം പരിശീലിക്കുന്നവരാണ്, അങ്ങനെയുള്ള മുനികൾക്ക് പോലും ദുർലഭമായ ഒരവസ്ഥ നിങ്ങൾക്ക് എത്താൻ സാധിച്ചില്ലേ? ദിഷ്ട്യാ പുത്രാൻ പ്രതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീതയൂയം യത് കൃഷ്ണാഖ്യം പുരുഷം വരം. പുത്രമിത്ര ഭർത്തൃഭവനാദികളൊക്കെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സർവധർമാൻ പരിത്യജ്യ, അല്ലേ? ഭഗവാനെ സമ്പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക എന്നുള്ള ഒരു ധർമ്മം ഒഴികെ ബാക്കി ധർമ്മങ്ങളെയൊക്കെ വിട്ടോളൂ. കാരണം ബാക്കി ധർമ്മങ്ങളെല്ലാം ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ധർമ്മങ്ങളാണ്. അതൊക്കെ നമ്മെ കീഴേക്ക് വലിക്കുന്നതാണ്, നമ്മെ ഉയർത്തുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഉദ്ധവർക്ക് ഉപദേശം കൊടുത്തപ്പോഴും പറഞ്ഞു, നമ്മൾ പറഞ്ഞു രണ്ടിടത്ത് ഉപയോഗിച്ച വാക്ക് പരിത്യജ്യ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. ഇതൊക്കെ എൻ്റെ കുന്തിദേവി പോലും പ്രാർത്ഥിച്ചതാണ്. ഈ വൃഷ്ണിഷു പാണ്ഡിഷു ദൃഢം സ്നേഹപാശമിമം ചിന്തി. ദൃഢമായിട്ട് ഉറച്ചിരിക്കുന്ന ആ സ്നേഹപാശം. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഭർത്താവിൻ്റെ വീടെന്നുള്ള നിലയ്ക്ക് ഇത്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്, ദൃഢം പാണ്ഡിഷു വൃഷ്ണിഷു. അതുതന്നെ ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞത്, വിട്ടാൻ തയ്യാറാവും. ലവ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ്സ് വളർത്തിക്കൊണ്ടുവരുമെന്ന്. അപ്പം ശരിയായ സ്നേഹം വന്നു കഴിഞ്ഞാൽ അവിടെ അറ്റാച്ച്മെൻറ്റ് ഇല്ല. അതാണ് ലവ് വിത്ത് അറ്റാച്ച്മെൻറ്റ് ഓർഡിനറി സ്നേഹം. ലവ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് പ്രേമം. നേരത്തെ പറഞ്ഞ പരമപ്രേമമായിട്ട് ബന്ധപ്പെടുത്താം.
സർവാത്മഭാവോധികൃതോ ഭവതീനാമസോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാന്മേ അനുഗ്രഹകൃത. അധോക്ഷജൻ എന്നൊരു പ്രയോഗം ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അധക്കരിക്കപ്പെടുമ്പോഴാണ് സാധിക്കുക. കാരണം ഇന്ദ്രിയങ്ങൾ ശക്തമായിട്ട് വ്യവഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ. അനിത്യങ്ങളായ ഇന്ദ്രിയ സുഖങ്ങളിലേക്കായിരിക്കും പിന്നെ താല്പര്യം പോവുക മുഴുവൻ. അതുകൊണ്ട് ഇതൊക്കെ വിടാൻ സാധിക്കണം. അധോക്ഷജനായ ഭഗവാനെ ഭജിക്കൂ. അതാണ് സർവ ഉത്കൃഷ്ടമായ പ്രേമം വരുന്നത്. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹ യമാദായ ആഗതോ ഭദ്രം അഹം ഭർത്തൃ അഹസ്കരഹ. അതുകൊണ്ട് ഭഗവാൻ തന്നയച്ചിരിക്കുന്ന സന്ദേശം ഞാനിതാ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നു. എന്നിട്ടാണ് 9 ശ്ലോകങ്ങൾ ഭഗവാന്റെ സന്ദേശത്തെ ഉദ്ധവർ പറയുകയാണ്. രുക്മിണിയുടെ സന്ദേശമൊക്കെ അതുപോലെയാണല്ലോ, കൊണ്ടുവരുന്ന ആ ദൂതനാണ് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഏൽപ്പിച്ച സന്ദേശം ഭഗവാന്റെ വാക്കുകളായിട്ട് തന്നെ സൂചിപ്പിക്കുന്നു. ഭവതീനാം വിയോഗോ മേ ന ഹി സർവാത്മനാ ക്വചിത് യഥാഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹീ തഥാഹം ച മനഃപ്രാണ ഭൂതേന്ദ്രിയ ഗുണാശ്രയ. സർവാത്മാവായ ഭഗവാൻ ഞാൻ എല്ലാറ്റിലും വായിച്ചു. നേരത്തെ പറഞ്ഞു ഭഗവത്ഗീത 10:20 എന്താണ്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അപ്പോൾ സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ അതും ഇതും മറ്റേതും മറിച്ചതൊന്നുമല്ല പറയേണ്ടത്. പിന്നെ സർവഭൂതാശയസ്ഥിത ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ, ധ്രുവൻ്റെ സ്തുതിയിൽ, ഗജേന്ദ്രൻ്റെ സ്തുതിയിലൊക്കെ നോക്കിയാൽ സ്പഷ്ടമായിട്ട് ഇത് നമുക്ക് കാണാം. ധ്രുവൻ എന്താ പറഞ്ഞത്? യോന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം സഞ്ജീവേദി. ഏതൊരു ചൈതന്യമാണോ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന വാക്കുകളെയും അന്യാംശ ഹസ്താചരണ ശ്രവണത്വഗാദി ഇതിനെയൊക്കെ ഉണർത്തുന്നത്. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പുരുഷനായിക്കൊണ്ട് പുരത്തിൽ പൂർണ്ണമായി ശയിക്കുന്ന ചൈതന്യമായ ആ ഭഗവാനെ, അതാണ് പുരുഷൻ. സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പം ചോദിച്ചാൽ ഇതൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ വൈകുണ്ഠത്തിലിരിക്കുന്നതും അതൊക്കെയും കുറച്ചിട്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ കൊടുക്കാനുള്ളതാണ്. മോശമാണെന്ന് വിചാരിക്കരുതേ. ലെവല് മാറുമ്പോൾ ഇതൊക്കെ അല്ലേ. പണ്ടൊരു ഡോക്ടറെ എടുക്കാൻ ചെന്ന് എക്സ്റേ കാണിച്ചപ്പോൾ പറഞ്ഞു അത് അവരെ വല്ലവരെയും കാണിച്ചോളൂ. സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ എക്സ്റേ നോക്കാനൊക്കെ മറന്നിരിക്കുന്നു. ലെവല് മാറുമ്പോഴേ എലിമെൻ്ററി സ്റ്റേജിൽ പഠിക്കുന്നതാണ് എക്സ്റേ നോക്കുന്നതും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ. ഓരോ വിങ്ങിൽ സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് പോലെ ആ ലെവല് മാറുന്നതിനനുസരിച്ച് പലതും വിട്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ ആ സന്ദേശം പറഞ്ഞു കേൾപ്പിക്കാം. നിങ്ങൾ ഒരിക്കലും എന്നിൽ നിന്ന് വേർപെടുന്നേ ശ്രദ്ധിക്കണേ എന്നർത്ഥം. ഭഗവാനുമായിട്ട് വിയോഗം ഉണ്ടാകുന്നേ ഇല്ല. ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ്. എന്തുകൊണ്ട്? പഞ്ചഭൂതങ്ങൾ എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നു. ഭഗവാൻ വേറെ എവിടെ ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ബൈഡനോ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എന്നൊക്കെ പറയുന്ന പോലെ എവിടോ ഇരിക്കുന്ന ഒരു അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഗജേന്ദ്ര സ്തുതിയിൽ ഉറപ്പായിട്ട് പറഞ്ഞു സവൈന ദേവാസുരമർത്യതിര്യങ് ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തുഹു. ആരാ ഭഗവാൻ? ഇതൊന്നുമല്ല. ദേവനുമല്ല, അസുരനുമല്ല, സ്ത്രീയുമല്ല, പുരുഷനുമല്ല. എന്നാൽ പിന്നെ നപുംസകമായിരിക്കും, അതുമല്ല. ഇങ്ങനെ എന്തെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധശേഷോ ജേതാദശേഷ. ഇങ്ങനെയെല്ലാം നിഷേധിച്ചു കഴിയുമ്പോഴും നിഷേധിക്കപ്പെടാത്തൊരു ഞാനവിടെ ഇല്ലേ? ഞാനാകുന്ന ബോധമില്ലേ? ഞാനാകുന്ന ചിന്ത ഏതൊരു ബോധത്തിൽ നിന്നാണോ ഉണരുന്നത് ആ ചൈതന്യമാണ്. ഈ 3-4 ശ്ലോകങ്ങൾ പഠിച്ചാൽ, ഉറപ്പിച്ചാൽ സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പത്തെ ഭംഗിയായിട്ട് ബോധിക്കാൻ കഴിയും. ആ ഉറപ്പോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അതുകൊണ്ടാണ് കാപിലത്തിൽ ഉറപ്പിച്ച് പറഞ്ഞത്, ഈ ഒരു ഉറപ്പില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഭസ്മന്യേവ ജുഹോതി സഹ.
അഗ്നിയിൽ ഹോമിക്കേണ്ട നെയ്യ് അജ്യം ചാരത്തിൽ കൊണ്ടൊഴിക്കുന്നത് പോലെ വ്യർത്ഥമാണ്. എൻ്റെ ഫ്യൂട്ടിലിറ്റി ഇതിൽ കൂടെ ഒരു പറയാറുണ്ട്, ആലോചിച്ചോ. ആദ്യം ഉറക്കേണ്ട എല്ലാ ഉപാസനകളുടെയും പിന്നിൽ ആദ്യം ഉറക്കേണ്ട തത്വം അത് നിങ്ങൾക്ക് ഉറപ്പായില്ലേ. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നൊരിക്കലും വേർപെടുന്നതേ ഇല്ല. പിന്നെ ആത്മന്യേവ ആത്മനാത്മാനം സൃജേഹ്യൻ മനുപാലേ ആത്മമായ അനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മനാം. അതുകൊണ്ട് ഈ അല്ലാതെ തോന്നുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അത് മായയുടെ. ഇത് തന്നെയാണ് ചതുശ്ലോകി ഭാഗവതത്തിലെ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗവതമാണ്. 4 ശ്ലോകങ്ങളിലായിട്ടാണല്ലോ ആദ്യം ബ്രഹ്മദേവന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് തുടങ്ങുന്നത് ഇതാണ്: അഹമേവാസമേവാഗ്രേ. തുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ അത് തോന്നാത്തത്? മായയുടെ. ആ മായയുടെ ഇതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ മായയുടെ സാന്നിധ്യത്തിൽ ഭൂതങ്ങൾ വേറെ, ഇന്ദ്രിയങ്ങൾ വേറെ, ഗുണങ്ങൾ വേറെ, ഇങ്ങനെ ഭിന്ന രൂപങ്ങളായിട്ട് തോന്നിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഉപനിഷത്തൊക്കെ പഠിച്ചാൽ സ്പഷ്ടമായിട്ടിത് നമ്മെ ബോധിപ്പിക്കും. അതുകൊണ്ട് ആത്മജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയ സുഷുപ്തി സ്വപ്നജാഗത് മായാവൃത്തിഭിരീയതേ. ആരാ ആത്മാവ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. തത്വബോധത്തിലെ നിർവചനം സുന്ദരമായ നിർവചനമാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. ശരീരത്രയത്തിൽ നിന്നും, പിന്നെയോ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. പഞ്ചകോശാതീത അല്ലേ? അന്നമയം മനോമയം 5 കോശങ്ങൾ, അതിനും അതീത. പിന്നെയോ അവസ്ഥാത്രയ സാക്ഷി. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് സാക്ഷിയായിട്ട് നിൽക്കുന്ന ചൈതന്യം. ഇതാണ് ആത്മഭാവം. അത് ഭഗവാൻ ഇവിടെ. അതുകൊണ്ട് ആത്മാവ് എപ്പോഴും ജ്ഞാനമയ. ജ്ഞാനമയ എന്ന് പറയുമ്പോൾ ജ്ഞാനം തന്നെ ഉരുട്ടിയൊരു രൂപത്തിലാക്കി എങ്ങനെ ഇരിക്കും. നമ്മൾ നേരത്തെ ലാവണ്യസ്യ ഏകസാരം പറഞ്ഞ പോലെയാണ്. അത് മാത്രം. മയ ശബ്ദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അന്നമയകോശത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് അന്നം കൊണ്ടുണ്ടായി, അന്നം കൊണ്ട് നിലനിന്ന് അവസാനം ആർക്കെങ്കിലുമൊക്കെ അന്നമായിട്ട് തീരാനുള്ളതാണിതേ. അതുകൊണ്ടാണ് ഇതിനെ അന്നമയം എന്ന് പറയുന്നത്. ഇവിടെ ജ്ഞാനമയം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജ്ഞാനമല്ലാതെ ഒന്നും ഇല്ല. ജ്ഞാനപ്രകാശം മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? ശുദ്ധനാണ്. ശുദ്ധം എന്ന് പറഞ്ഞാൽ നേരത്തെ കേവലം എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? എന്താ കേവലം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ലാതെ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ. അതാണ് അതിൻ്റെ പൂർണ്ണത. അതാണ് ഈ ശുദ്ധം എന്ന് പറയുന്നത്. ഒരു ദോഷവും അവിടെ ബാധിക്കുന്നേ ഇല്ല. പിന്നെ ദേഹാദികളിൽ നിന്ന് വേറെ, ഇപ്പോൾ പറഞ്ഞ നിർവചനത്തിൽ ഇത് മുഴുവൻ സൂചിപ്പിക്കും. പിന്നെ ഗുണങ്ങളുമായിട്ടൊരിക്കലും ഗുണ അന്വയ അഗുണം. അതുകൊണ്ട് മായ ഗുണാത്മികയാണ്, ത്രിഗുണാത്മികയാണ്. ആ മായയോട് ചേർന്ന് നിൽക്കുമ്പോഴും മായാഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നതില്ല, ആത്മാവിനെ ബാധിക്കുന്നതില്ല. ബാധിച്ചതുപോലെ തോന്നും, പക്ഷേ ബാധിക്കില്ല. ഗുരുദേവ് പണ്ട് നല്ലൊരു ഉദാഹരണം പറഞ്ഞത്, നല്ല തടിയുള്ള ഒരാൾ അല്പം നന്നായിട്ടൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി റോഡിൽ ഇങ്ങനെ ആടിയാടി വരും. അപ്പം മെലിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹം പറ്റി ഇയാൾ ഇങ്ങനെ പോയാൽ വീട്ടിലെത്തത്തില്ല, കാരണം റോഡിൻ്റെ വീതി അളന്നാണ് പോകുന്നത്. അപ്പം വന്നിരിക്കും. അതുകൊണ്ട് ഇയാൾ പോയി മറ്റേയാളെ പിടിച്ചിട്ട്, മെലിഞ്ഞ സുഹൃത്ത് കഴിക്കാത്ത സുഹൃത്ത് കഴിച്ച തടിയനെ പിടിച്ചു. നിൽക്കില്ല. അപ്പം 2 പേരും കൂടെ ആടാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന മൂന്നാമനോ 2 പേരും അടിച്ച് ഫിറ്റായിട്ട് ഇതാ പോന്നു. പിറ്റേ ദിവസം കണ്ടപ്പോൾ എന്തായിരുന്നു ഇന്നലെ 2 പേരും കൂടെ ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കൂ. ഇതുപോലെയാണ് ആത്മാവിലേക്ക് കർത്തൃത്വ ഭോക്തൃത്വാദികൾ. എത്ര നല്ല രസമുള്ള ഉദാഹരണമാണെന്ന് വെച്ചാൽ 2 പേരും കൂടെ നീങ്ങുമ്പോൾ അതുപോലെയാണ് ആത്മാവും ദേഹിയും കൂടെ ഉള്ള ഇതിൽ ആത്മാവിൻ്റെ ഗുണം ദേഹിക്കുള്ളതുപോലെയും വൈസ് മറിച്ചുള്ളതായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ നല്ല ഉദാഹരണം സൂചിപ്പിക്കും. പറഞ്ഞു പോയാൽ സമയം വൈകി പോകുന്നത് പേടിയാണ്. ഒരു സ്ഫടികത്തിൻ്റെ അവിടെ ഒരു ചുമന്ന ചെമ്പരത്തിപ്പൂ കൊണ്ടുവച്ചാൽ ആ സ്ഫടികത്തിൻ്റെ തിളക്കം ചെമ്പരത്തിപ്പൂവിനുള്ളതുപോലെയും ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമപ്പ് സ്ഫടികത്തിന് ഉള്ളതുപോലെയും തോന്നും. എത്ര നേരത്തേക്ക്?
രാമായണത്തിലൊക്കെ സ്പഷ്ടമായിട്ട് സ്തുതികളിൽ ഇതേപോലെ ഉദാഹരണം സൂചിപ്പിക്കുന്നുണ്ട്. അത് മാറ്റി കഴിയുമ്പോഴോ അല്ലേ, കുറച്ച് നേരം കൊണ്ടാണോ കളർ പോകുന്നത്? ഇല്ല, കളർ ഉണ്ടായിട്ടില്ല അവിടെ. സ്ഫടികത്തിൽ ചുമപ്പ് നിറം ബാധിച്ചിട്ടേ ഇല്ല. ബാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ആ അർത്ഥത്തിലാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു വാക്ക് അപ്പരൻ്റ് എന്നുള്ള വാക്ക്, അപ്പിയേഴ്സ്. അങ്ങനെ ഉള്ളതായിട്ട് ഇതുപോലെയാണ് ആത്മാവും ശരീരവും. ഈ അടുത്ത കാലത്ത് പഴയ പാട്ട്, യേശുദാസ് പാടിയ പാട്ട് ഈയിടെ അടുത്ത കാലത്ത് ഗ്രൂപ്പിൽ വന്നു. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ടൂറിൽ യാത്ര ചെയ്യുമ്പോൾ വർക്കലയെന്ന് ഒരു കാല് മുറിച്ച ഒരാൾ ഈ പാട്ടും പാടിക്കൊണ്ട് വരും. ഇതിങ്ങനെ കേട്ടിരിക്കും. പക്ഷേ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാൻ നമ്മുടെ അഭിമാനം സമ്മതിക്കുകയല്ല. ഓരോ തവണ ഇത് കേൾക്കുമ്പോഴും ഈ പാട്ടൊന്ന് എഴുതിയെടുക്കണമല്ലോ. ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഭിക്ഷക്കാരനെ വിളിച്ചടുത്തിരുത്തി ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം അഭിമാനമൊക്കെ അങ്ങോട്ട് പോയി വിളിച്ചടുത്തിരുത്തി, ഏതാ 40 കൊല്ലം മുമ്പുള്ള കഥയായി പറയുന്നത്, വിളിച്ചടുത്തിരുത്തി ഈ ശ്ലോകം മുഴുവൻ എന്ന് എഴുതി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് യേശുദാസ് പാടിയതൊക്കെ നമ്മൾ കേൾക്കാൻ. ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിൽ ജീവാത്മ പരമാത്മ ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ദേഹിയുമായിട്ട് അല്ലേ ഒരു ബന്ധമില്ല. അത് ഉണ്ട്. ഈ ഗുണങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. ഉള്ളതോ തോന്നിക്കപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞ അപ്പരൻ്റ് എന്ന വാക്ക്. ഏതുപോലെ? രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ. കയറിലൊരിക്കലും പാമ്പ് ഉണ്ടായിട്ടേ ഇല്ല, ഉണ്ടെന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. യേനേന്ദ്രിയാർത്ഥാധ്യായേതാം സ്വപ്നവദുദ്ധിതഃ തന്നിരുദ്ധ്യേന്ദ്രിയാണി വിനിദ്ര പ്രത്യപദ്യത. ഉറക്കത്തിൽ അല്ലേ യഥാനിദ്രയ എന്ന് 2 വാക്കുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ ഇത് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ സൂചിപ്പിക്കുന്നത്. ആ സ്വപ്ന അവസ്ഥയിൽ കാണുമ്പോൾ ഒക്കെ ഇത് ശരിയല്ലേ? സ്വപ്നം കണ്ടുകൊണ്ട് ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? പ്ലീസ് വെയിറ്റ്, ഐ ആം കംഫർട്ടബിളി ഡ്രീമിങ്. പോസിബിൾ. അതെപ്പോഴാണ് സ്വപ്നമായിരുന്നു എന്നറിയുക? സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നു കഴിയുമ്പോഴാണ്. ഇതുപോലെയാണ് തോന്നൽ. ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണെന്നുള്ള തോന്നലുണ്ടാകും. ഉണർന്നു കഴിയുമ്പോഴാണ്, ഉണരുക മീൻസ് അറിവിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോഴാണ് all these experiences become redundant. നേരത്തെ ഇതിന് ആട്രിബ്യൂട്ട് ചെയ്തിരുന്ന അതെല്ലാം നിഷ്പ്രഭമാകുന്നത് അനുഭവിക്കാൻ കഴിയും. ഏതത് അന്തസ്സമയാംനായോ 5ാമത്തെ ശ്ലോകം. യോഗ സാഖ്യം മനീഷിണാം ത്യാഗ സ്തപോദമസത്യം സമുദ്രാന്ത ഇവാപക. അവിടെ ഒരു ദീർഘം കുറവുണ്ട്. ഇവപക എന്നേ ഉള്ളൂ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഇവാ ആപക എന്നാണ് വരുന്നത്. ആപക എന്ന് പറഞ്ഞാൽ വെള്ളത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് പുഴകളെല്ലാം ചെന്ന് അല്ലേ ആകാശാത് പതിതന്തോയം യഥാ ഗച്ഛതി സാഗരം അല്ലേ. പുഴകളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ചെന്ന് ചേരലാണ്. പക്ഷേ പുഴകൾക്ക് അതിനോടുള്ള ഒരു താതാത്മ്യം വരുമ്പോൾ ഈ ലയനത്തെ പേടിയാകും. പക്ഷെ ലയിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, ഇപ്പോഴാണ് ഞാൻ ശരിക്കുള്ള. ഇതാണ് നമുക്ക് പാഠം. അത് ഭഗവാൻ ഉറപ്പായിട്ട് അവരെ ബോധിപ്പിച്ചു. അതിനെന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട വസ്തുവിനെ എപ്പോഴും സ്മരിക്കുക എന്നുള്ളത് സാധാരണയാണ്. അതുകൊണ്ട് എന്ത് വേണം? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഭഗവാനാണ് എന്ന ബോധം നമ്മിൽ ഉറയ്ക്കണം. ഇപ്പം എന്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നു? നല്ലൊരു ഉദാഹരണം ഗുരുദേവ് ഒരിക്കൽ പറഞ്ഞത്, ഇതുണ്ടല്ലോ എന്താ കടിച്ച് തിന്നുന്ന മുട്ടായി, അതിൻ്റെ പേരൊക്കെ മഞ്ചോ, അതുപോലെ സ്നീക്കേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓർഡറിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കടി കടിച്ചു. അപ്പോൾ ആ കുഞ്ഞു പല്ല് കൊണ്ടപ്പോൾ ഒരു കോർണർ മുറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇവിടെ കൊണ്ടുപോടാ, ഞാനതിൻ്റെ കവർ മാറ്റിത്തരാം, നിനക്കത് മുഴുവൻ. എനിക്കിത് മതി. ഏത്? ഈ പല്ലുകൊണ്ട് മുറിഞ്ഞ ചെറിയ ഒരു ഹോളിനകത്തൂടെ വരുന്ന മാധുര്യം കൊണ്ട്. എന്നാൽ കവർ മാറ്റിയാൽ അതുപോലെ സമ്മതിക്കില്ല. ഈ കുട്ടിയുടെ അവസ്ഥയാണ് ഗുരുദേവൻ പറഞ്ഞൊരു ഉദാഹരണം അതാണ്.
യഥാ ദൂരചരേ പൃഷ്ടേ മനെ ആവശ്യവർത്തതേ സ്ത്രീണാം ച ന തഥാ ചേത സന്നികഷ്ടേ ക്ഷഗോകരേ. അപ്പോൾ ഉറപ്പ് അതാണെന്ന് വന്നു കഴിഞ്ഞാൽ അത് അകന്നിരിക്കുമ്പോൾ അതിനോടുള്ള ആ ഒരു തീവ്രത കൂടും എന്നാണ്. വൃത്രൻ്റെ ഭക്തി പറയുന്നിടത്ത് ഇങ്ങനെ പറയുമ്പോൾ ചിന്തകൾ വേറെ വരും. അതാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വൃത്രൻ്റെ ഭക്തിയിൽ പറയും അജാതപക്ഷ ഇവ മാതരം ഖഗ. ഭഗവാനിൽ ഉറച്ച ഭക്തിയുടെ ഭാവം എന്താണ്? അജാതപക്ഷ ഇവ മാതരം ഖഗ. പക്ഷം ജനിക്കാത്ത പക്ഷി, കുഞ്ഞു പക്ഷി, പറക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അമ്മയുടെ വരവ് കാത്തിരിക്കുക. എന്ത് വലിയ ഒരു കഷ്ണം കൊണ്ടുവരും. പിന്നെന്താ, പശുക്കുട്ടി വിശന്ന് നിൽക്കുന്നു, അമ്മ കുറച്ചകലെ നിന്ന് പാല് ചുരത്തി റെഡിയായി നിൽക്കുന്നു, വരുന്നു. പക്ഷെ കറവക്കാരൻ വന്ന് അഴിച്ചു വിട്ടെങ്കിലല്ലേ പശുക്കുട്ടിക്ക് പോയി. ആ പശുക്കുട്ടിയുടെ തീവ്രത. മൂന്നാമത്തെ ഉദാഹരണമോ, പതിവ്രതയായ സ്ത്രീ അന്യനാട്ടിൽ പോയ ഭർത്താവിൻ്റെ വരവ് കാത്ത് ഇരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് ഭഗവാനിൽ. ഇതാരെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന ഭാഗവത്തിൽ? വൃത്രാസുരനെ കൊണ്ട്. ശ്രദ്ധിക്കുക, ഭാഗവത്തിൽ ആസുരീഭാവമൊന്നുമില്ല. ആസുരന്മാരെയാണ് ഏറ്റവും നല്ല ഭക്തന്മാരായിട്ട് കാണിച്ചിരിക്കുന്നത്, പ്രഹ്ലാദനുൾപ്പെടെ. വൃത്രനെ കൊണ്ടാണ് മനോരവിന്ദാക്ഷ ദിദുക്ഷതേത്വ. ഇതുപോലെ എൻ്റെ മനസ്സ് മുഴുവൻ. ഇതിൽ കൂടുതൽ എന്താ ഒരു ഉദാഹരണം പറയാനിരിക്കുന്നത്? അതിലൊരു പ്രത്യേകതയുള്ളത്, ആദ്യം പറഞ്ഞത് രണ്ടും സ്വാർത്ഥമാണ്. പക്ഷിക്ക് പറക്കാനായി കഴിഞ്ഞാൽ പിന്നെ തള്ളപ്പക്ഷിയോട് ഞാൻ പോയിട്ട് വരട്ടെ, നത്തിങ്. അത് അഥവാ പോയില്ലെങ്കിലോ അമ്മ പക്ഷി കൊത്തി ഓടിക്കും, പൊയ്ക്കോളൂ, യു ആർ ഗ്രോൺ ഇനഫ്, യു ഗോ ഇൻഡിപെൻഡൻറ്റ്. പശുക്കുട്ടി പാല് കുടിക്കുന്ന ആ പ്രായം കഴിഞ്ഞാലോ അത് പുല്ലും തിന്ന് അതിൻ്റെ വഴിക്ക് പോകും. അതേസമയത്ത് ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനോ അവസാനം വരെ. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഉദാഹരണത്തിൻ്റെ പ്രസക്തി. എൻ്റെ മനസ്സ് അതുപോലെ ഭഗവാനിൽ ഉറച്ചു നിൽക്കട്ടെ. മനോരവിന്ദക്ഷ, അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് ധ്യാനിച്ചോളൂ. മയ്യാവേശവനകൃഷ്ണം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അജിരാത് മാമുപേക്ഷ്യധാ. ഉറപ്പായിട്ട് പറഞ്ഞു അല്ലേ? ഇത് ഗോപികമാർക്ക് പറഞ്ഞ ഉപദേശം മാത്രമായിട്ട് വിചാരിക്കരുത്. പിന്നെ അല്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞത് മുഴുവൻ പറഞ്ഞില്ല. കഥ കേൾക്കുമ്പോൾ അതിലെ സന്ദേശം ഉൾക്കൊള്ളണം. സ്തുതി വയ്ക്കുമ്പോൾ ഞാനാണ് സ്തുതിക്കുന്നതെന്നുള്ള ഭാവം വരണം. ഉപദേശം കേൾക്കുമ്പോൾ എനിക്ക് ഗുരുനാഥൻ തരുന്ന ഉപദേശമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആർക്കുള്ള ഉപദേശമാണ്? ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്തതല്ല, എൻ്റെ ഗുരുനാഥൻ എനിക്ക് തരുന്ന. അവിടെ എനിക്കെന്നൊക്കെ ഉറപ്പിച്ച് പറയണം. എൻ്റെ ഗുരുനാഥൻ എനിക്ക് തരുന്ന ഉപദേശം അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പഠനം നമുക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് എന്തായാലും അങ്ങനെ അനുസ്മരന്ത്യോ മാം നിത്യം. അർജുനന് ഭഗവാൻ ഗീത കൊടുത്ത ഉപദേശമാണ് അതാണ്. മാം അനുസ്മര യുദ്ധ്യജ, റിമെമ്പർ മീ ആൻഡ് കണ്ടിന്യൂ ഫൈറ്റ്. മാം അനുസ്മര, അനുസ്മരന്ത്യോ മാം നിത്യം. എപ്പോഴാണ് ഭഗവത് ചിന്ത വേണ്ടത്? ഗുരുദേവ് പറയും ഓൺലി 24 hours, റെസ്റ്റ് യു ഡു സംതിങ്. 24/7 ഈശ്വര ചിന്ത, ബാക്കി സമയത്ത് ആലോചിച്ചോളൂ. അനുസ്മരന്ത്യോ മാം നിത്യം അജിരാത്. അങ്ങനെയാണെങ്കിൽ അധികം വയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്നോട് ചേരാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ ധാരാളം ശ്ലോകങ്ങൾ ഇവിടെ കോട്ട് ചെയ്ത് പഠിക്കുക. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും ഭാഗവതവും ചേർത്ത് വെച്ച് തന്നെ പഠിക്കണം. ഭഗവത്ഗീത നന്നായിട്ട് ഉറച്ചിട്ട് ഭാഗവതം പഠിച്ചു നോക്കൂ, വ്യത്യാസം അറിയാൻ സാധിക്കും. യാ മയാ ക്രീഡതാരാത്ര്യാ മനേസ്മിൻ വ്രജയാ സ്ഥിതാഹ അലബ്ധരാസാ കല്യാണ്യോ മഹാപൂർവ്വീര്യചിന്തയാ. ആ രാസലീല രംഗത്തെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ചിലർക്ക് വരാൻ സാധിച്ചില്ല. അവരവിടെ എന്നെ സ്മരിച്ച് നിന്നിടത്ത് നിന്ന് അല്ലേ, ആ വിപ്രപത്നി അനുഗ്രഹ ലീലയിൽ ഇത് തന്നെ വരുന്നുണ്ടെന്നാണ്. ഒരാൾ ബലാത്കാരമായിട്ട് ഭാര്യയെ തടഞ്ഞു നിർത്തി. അവർക്കെന്ത് സംഭവിച്ചു? അവരവിടെ നിന്ന് ഭഗവാനെ സ്മരിച്ചു. തീവ്രമായ ഭഗവത് സ്മരണ വന്നിട്ട് അപ്പോഴേ അവർക്ക് ദേഹം ഉപേക്ഷിക്കാൻ സാധിച്ചു, മുക്തി ലഭിച്ചു എന്നാണ്. അതുപോലെ ഇവിടെ അത് കോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടായില്ലേ. അതുകൊണ്ട് നിങ്ങൾക്കും എന്നിലെത്താൻ സാധിക്കും
യാതൊരു സംശയമില്ല, ഉറപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും വാക്ക് പറഞ്ഞ ഭഗവാൻ ഒരുപാട് ചിന്തിക്കാവുന്ന ഭാഗമാണ്, നമ്മൾ സൂചിപ്പിച്ച് മുമ്പോട്ട് പോയി എന്ന് മാത്രം. അതിന് ഗോപികമാർ മറുപടി പറഞ്ഞു. അവർക്ക് കേട്ടതോടുകൂടി വളരെ സന്തോഷമായി ഭഗവാന്റെ ഉപദേശത്തെ അവർക്ക് അതുപോലെ സ്വീകരിക്കാൻ കഴിഞ്ഞു. അവർ തിരിച്ച് മറുപടി പറഞ്ഞു, ഞങ്ങൾ അതുവരെയുള്ള ടോൺ അങ്ങോട്ട് മാറിയിട്ട് ഭഗവാനെക്കുറിച്ചുള്ള സാമാന്യമായ ചില അന്വേഷണങ്ങളാണ് ഉദ്ധവരോട് ചോദിക്കുന്നത്. അല്ലേ, ഭഗവാൻ അവിടെ വന്നിട്ട് കംസനെയും ഇവരെയൊക്കെ വധിച്ചു എന്നൊക്കെ കേട്ടല്ലോ. അവരെയൊക്കെ വധിച്ചു, പക്ഷേ ഞങ്ങളുടെ ഭഗവാനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവിടെ ഉപയോഗിച്ച വാക്ക് അച്യുതൻ. ഇന്നലെ പറഞ്ഞുണ്ടല്ലോ, അച്യുത ശബ്ദം ഉപയോഗിക്കുന്നത് പ്രത്യേക അവസരങ്ങളിലാണ്. ച്യുതിയില്ലാത്ത ഭഗവത് തത്വം എന്നുള്ള ഭാവത്തെ ഉറപ്പിക്കുന്നിടത്താണ് അച്യുത ശബ്ദം. ആ ഭഗവാന്റെ ആ ഭാവത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ അത് സ്ത്രീ സഹജമായ ഒരു അസൂയ, നമ്മുടെ കമൻറ്ററിൽ അങ്ങനെ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ സഹജമായ അസൂയ. എന്ത്, ഞങ്ങളുടെ കൃഷ്ണനെ ആ മധുരാപുരിയിലുള്ള സ്ത്രീകൾ അവരുടെ നോട്ടവും ഭാവവും ഒക്കെ കൊണ്ട് വശീകരിക്കാൻ ശ്രമിക്കുന്നൊന്നുമില്ലല്ലോ. കഥം രതിവിശേഷജ്ഞ പ്രിയച്ഛ വരയോഷിതാം ജ്ഞാനവിദ്യേതദ്വാക്യേ വിഭ്രമിച്ചാനുഭാജിത. അല്ല, അങ്ങനെ അവിടുത്തെ ഏതായാലും ഞങ്ങളെപ്പോലുള്ളതല്ലല്ലോ. അവിടെ കുറച്ചുകൂടി ടൗണിലൊക്കെ ഉള്ളവർ വില്ലേജിലുള്ളവരെക്കാൾ മിടുക്കികളായിരിക്കുമല്ലോ. ശ്രീകൃഷ്ണൻ അല്ലെങ്കിലും അങ്ങനെയുള്ളവരെയൊക്കെ കണ്ട അവരോടൊക്കെ മുമ്പേയുള്ളതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് നന്നായിട്ട് ഭാവഹാവാദികൾ കൊണ്ട് പൂജിക്കുന്ന അവരെ തീർച്ചയായിട്ടും കൃഷ്ണൻ ശ്രദ്ധിക്കാതിരിക്കില്ല. അപ്പോൾ ഉടനെ ഒരു ഗോപി ഉടനെ പറഞ്ഞു, അഭിസ്മരതിനാം സാധു ഗോവിന്ദ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാസുരകഥാന്തരേ. അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ രമിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കെങ്കിലും കൃഷ്ണൻ ഞങ്ങളുടെ കാര്യം വല്ലതും പറയാറുണ്ടോ? അതായിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഉദ്ധവരോട്ട് ഇടയ്ക്കൂടെ കയറിയ ഒരാൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. വേറൊരു ഗോപി ഉടനെ പറഞ്ഞു, രാസലീല അവസരങ്ങളിൽ എത്ര ഭംഗിയായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചു ഭഗവാൻ. ആ രാസലീല വേളയിലെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഭഗവാൻ അനുസ്മരിക്കാറുണ്ടോ? അടുത്തുടനെ ഒരാൾ ചോദിച്ചു, ആ ഭഗവാൻ ഞങ്ങളെ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ ആ ഭഗവാനെ സ്മരിച്ച് ആ ക്ലേശം കൊണ്ട് ദുഃഖിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു നല്ല ഉദാഹരണം പറഞ്ഞു. സഞ്ജീവയനു നേ ഗാത്രൈ യഥേന്ദ്രോ വനാമൃതൈഹി. കാട്ടിൽ വരുന്ന അഗ്നിക്കാണ് ദാവാഗ്നി എന്ന് പറയുന്നത്. കടലിൽ വരുന്ന അഗ്നിക്ക് ബിഡവാഗ്നി എന്ന് പറയും. ഈ ദാവാഗ്നിയുണ്ട്, കാട് ചുട്ടെരിയുന്ന സമയത്ത് ഇന്ദ്രൻ വന്ന് മഴ പൊഴിച്ച് അവരെ അനുഗ്രഹിക്കും. അതുപോലെ ദുഃഖിച്ചിരിക്കുന്ന ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ കൃഷ്ണൻ എന്നാണ് വരിക? കസ്മാത് കൃഷ്ണൈഹായാതി പ്രാപ്തരാജ്യോ ഹതാഹിത നരേന്ദ്ര കന്യാഉദ്യാഹ പ്രീത സർവസുഹൃദിത. വേറൊരാളിൻ്റെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തിനാ കൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ കണ്ട കാര്യമെല്ലാം കഴിഞ്ഞിട്ട് പോയില്ലേ? ഇപ്പോൾ അവിടെ ചെന്നു, കംസനെ വധിച്ചു, രാജാവായി. ഇപ്പം അതൊക്കെ ഇനി എന്തിന് ഞങ്ങളെ ഭാവത്തിൽ. അതുകൊണ്ട് ഇനി അവിടെ രാജകുമാരികളെയൊക്കെ വിവാഹം കഴിച്ച് അവർ ആ ഇതിൽ ജീവിക്കുകയല്ലേ ഉള്ളൂ. കൃഷ്ണൻ ഇനി ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ കൃഷ്ണൻ ഇങ്ങോട്ട് വരില്ല. അല്ല, കൃഷ്ണൻ എന്ത് നേടാനിരിക്കുന്നു ഇനി ഇങ്ങോട്ട് വന്നിട്ട്? അങ്ങനെ തന്നെയാണ് ചോദ്യം. വേറൊരാൾ നേരത്തെ പറഞ്ഞ അഖിലദേഹിനാം അന്തരാത്മദൃക്കാണ് ഭഗവാൻ എന്ന് ഉറപ്പിച്ച ഒരാൾ ഉടനെ കവിൻ്റെ പറഞ്ഞു, കിമസ്മാഭിർവനയോഭിർ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥ കൃതാത്മനഃ. സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപമായിട്ട് ഭാവിച്ചിരുന്ന ആ ഭഗവാനല്ലേ, ആ ഭഗവാന് എന്ത് പ്രിയം, എന്ത്
അപ്പം ആ ഒരു തത്വത്തിൻ്റെ ഭാവത്തിലേക്ക് ഉണർന്ന ഗോപി ഈ പറഞ്ഞ പരാതി ഒന്നും പറഞ്ഞില്ല. അവർ തിരിച്ചു പറയും അഖില ദേഹിനാം, അതങ്ങനെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അഖില ദേഹിനാം അന്തരാത്മദൃക്കെന്ന് പാടിയ ഗോപിയുടെ ഭാവം. അതുകൊണ്ട് ആപ്തകാമനും പരിപൂർണ സ്വരൂപനുമായ ഭഗവാന് ഇനി ഞങ്ങളെക്കൊണ്ട് മുമ്പ് 4 തരം ആളുകളെക്കുറിച്ച് പറഞ്ഞതിലൊന്ന് ആപ്തകാമന്മാർ. അതുകൊണ്ട് ആ ഭഗവാന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാലും സാധിക്കും. കാരണം മറ്റേ ഗോപി അതല്ലേ പറഞ്ഞത്, അവിടെയുള്ള സ്ത്രീകളുടെ ഭാവഭാവാദികൾ കണ്ടാൽ കൃഷ്ണൻ അതിൽ വീണുപോടും. അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കരുത്. ഇതാണ് പല തരത്തിലുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോഴുള്ള ഗുണം. നേരത്തെ പറഞ്ഞ സത്സംഗത്തിൻ്റെ ഗുണം. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരണ്യപ്യാഹ പിങ്കളാ തജ്ജാനദീനാം ന കൃഷ്ണേ തഥാപ്യാശാതുരത്യയാം. നേരത്തെ ഇത് അന്ന് അനുസ്മരിച്ചതാണ് ഭാഗവതത്തിലെ പിങ്കള എന്ന വേശ്യയുടെ കഥ. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ഈ ഒരു തിരിച്ചറിവ് വന്നതോടുകൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്നാണ്. അതുവരെ ഉറക്കം കളഞ്ഞിരുന്ന പിങ്കള ഈ ഒരു തിരിച്ചറിവുണ്ടായി. എന്താ തിരിച്ചറിവ്? സന്തം സമീപേ രമണം രതിപ്രദം. എൻ്റെ ഉള്ളിൽ ആ ചൈതന്യം, എല്ലാവരെയും രമിപ്പിക്കുന്ന ആ ചൈതന്യം രമണനായിട്ട് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഞാൻ എന്തിന് മറ്റു പുരുഷനെ അന്വേഷിക്കും? പരപുരുഷൻ എന്നുള്ളതിന് അങ്ങനെ ഒരു പണ്ണിങ് ഓഫ് വേർഡ്സ് ഉണ്ട്. അതാവട്ടെ, പരപുരുഷൻ എന്ന് പറഞ്ഞാൽ ഭർത്താവല്ലാത്ത ഒരാളിനെ സ്വീകരിക്കുക എന്നൊരർത്ഥമുണ്ട്. പുരുഷൻ്റെ പരമമായ ഭാവത്തെ അറിഞ്ഞ് സ്വീകരിക്കുക എന്നുള്ള അർത്ഥമുണ്ട് പരപുരുഷൻ എന്നുള്ളതിന്. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ചിന്തയ്ക്കൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കൃഷ്ണനിൽ ആശ ഇരിക്കുന്നത് കൊണ്ടാണ് ദുഃഖം. ആശാഹി പരമം ദുഃഖം. അതുകൊണ്ട് കൃഷ്ണനിലുള്ള ആശ നമ്മൾ ഈ രീതിയിലുള്ള ആശ വിട്ടിട്ട് എന്തുറയ്ക്കണം? അഖില ദേഹിനാം. അതാണ് മുമ്പേ പറഞ്ഞത് വാസുദേവ സർവമിതി സമഹാത്മാ. അപ്പോൾ നമുക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള സങ്കല്പം ഒന്ന് പൊളിച്ചെഴുത്ത് ആക്കാം. എന്നിട്ട് ഈ ഭാവം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃഷ്ണ സാമീപ്യത്തിനുള്ള ആശ നിൽക്കില്ല. അതാണ് നമുക്ക് ദുഃഖം തരുന്നതെന്ന് കുറച്ചുകൂടെ തിരിച്ചറിവുള്ള ഒരാൾ ബോധിപ്പിച്ചു എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാൻ തന്നെ ലേശവും കാക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ശ്രീദേവി ഭഗവാന്റെ മാറിടം വിട്ട് പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു. പാലാഴി മഥന സമയത്ത് ദേവിയുടെ ആവിഷ്കാരവും ആവിർഭാവവും ദേവി ഭഗവാനെ സ്വീകരിക്കുന്നതും ഒക്കെ എന്നർത്ഥം. അപ്പോൾ തൻ്റെ മാറിടത്തിൽ സ്ഥാനം കൊടുത്തെങ്കിലും ദേവിയെ ഭഗവാൻ ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷേ ദേവി എപ്പോഴും ഭഗവാനെക്കുറിച്ച് അതുപോലെ കൃഷ്ണൻ നമ്മെ ഉപേക്ഷിച്ചാലും നമുക്ക് കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചൂടെ. അപ്പോൾ വേറെ 2 ഗോപികമാർ അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് സൂചിപ്പിച്ചു. ഇതൊക്കെ പറയുന്നെങ്കിലും എന്തോ നമുക്ക് കൃഷ്ണനെ മറക്കാൻ കഴിയുന്നില്ലല്ലോ. അവർ ആ പഴയ കഥകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ കൃഷ്ണലീലകളെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് കൃഷ്ണലീലകളെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഗത്യാലളിതയോദാരഹ സലീലാവലോകനൈഹി മാധ്യാ ഗിരാഹൃതധിയാ കദന്തം വിസ്മരാമഹേ. ആ ഭഗവാന്റെ ആ മനോഹരമായ ആ മന്ദഗമനവും ആ അതിസുന്ദരമായ ആ പുഞ്ചിരിയും ആ നോട്ടവും മധുതുല്യമായ വാക്കുകൾ ഉപയോഗിച്ച വാക്കതാണ്. അതുകൊണ്ട് ഉപനിഷത്തിലൊരു മന്ത്രത്തെ സൂചിപ്പിക്കും, നാവിൽ എപ്പോഴും മധു ഇരിക്കട്ടെ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്ന വാക്കുകൾ മാത്രമേ നാവിൽ നിന്ന് വരാൻ പാടുള്ളതാണ്. അത് മറന്നുപോയി, മന്ത്രം അറിയാമായിരുന്നു, മറന്നുപോയി. ആ പ്രാർത്ഥന ഇതാണ്. എൻ്റെ നാവിലെപ്പോഴും തേന് തുല്യമായ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാധുര്യം അനുഭവിക്കത്തക്കവണ്ണം മാത്രം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് രണ്ടാമത്തെ വാക്കിന് കേൾക്കുന്നവർക്ക് മതിയാവും. അതുപോലുള്ള വാക്കേ നമ്മുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. പക്ഷെ അവരുടെ പ്രാർത്ഥന ജിഹ്വാമേ മധുലം, അങ്ങനെയാണ് ആ മന്ത്രം തുടങ്ങുന്നത്. അതാണ് ഇവരവിടെ സൂചിപ്പിച്ചത്. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രാർത്ഥനയോടുകൂടി ആ ഭാഗം സ്മരിക്കുകയാണ്, സമർപ്പിക്കുകയാണ്.
ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം ഋജിരാർണവാത്. ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥ ആർത്തിനാശന. ഇതിലാണ് പറഞ്ഞത്, ദുഃഖസമുദ്രത്തിൽ മുങ്ങിപ്പോയ ഈ ഗോകുലത്തെ ഉദ്ധരിക്കണേ. ആ ഒരു പ്രാർത്ഥന വന്നതോടുകൂടി എല്ലാ നിയന്ത്രണവും വിട്ട് അവർ ഉറക്കെ കരഞ്ഞു എന്നാണ് സൂചിപ്പിക്കുക. ഇന്നലെ പറഞ്ഞു രുരുദു സുസ്മരം, ലജ്ജ വിട്ട് അല്ലേ, ലജ്ജ അങ്ങനെ ഒരു വാക്ക് തന്നെ ഇന്നലെ പറഞ്ഞു. ലജ്ജാം വിസർജ്യ ലജ്ജാം. ആ സ്ത്രീ സഹജമായ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് ലജ്ജയെ സൂചിപ്പിക്കുക എന്ന് പറയുന്നത്. ആ ലജ്ജയൊക്കെ അവർ വിട്ടിട്ട് ഉറക്കെ കരഞ്ഞു എന്നാണ്. ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥാർത്തിനാശന മഗ്നമുദ്ധര ഗോകുലം പ്രചിരാർണവാദ. ഇവിടെയാണ് നമ്മൾ മറ്റ് പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാര സാഗര. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉറപ്പായിട്ട് പറഞ്ഞു എങ്ങനെയുള്ളവരെയാണ് ഞാൻ ഉദ്ധരിക്കുക. അപ്പോൾ മാമുദ്ധര മാമുദ്ധര എന്ന് വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം മോശമാക്കല്ലേ, തെറ്റിദ്ധരിക്കരുത്. ആരെയാണ് ഉദ്ധരിക്കുന്നതെന്ന് ഭഗവാൻ ഉറപ്പായിട്ട് ഭഗവത്ഗീതയിൽ ഇന്നലെ പറഞ്ഞില്ലേ, ഈശ്വരാണാം വചസത്യം. ഭഗവാന്റെ വാക്കുകളെ ശ്രദ്ധിക്കൂ, ഭഗവാന്റെ ചെയ്തികളെ ശ്രദ്ധിക്കാതിരിക്കൂ. എന്താ വാക്ക് പറഞ്ഞത്? ചേതസാ സർവകർമാണി മയി സന്യസ്യ. ഒന്നാമത് കർമ്മയോഗം ഉപദേശിച്ചു. അവിടെ ഒറ്റ ശ്ലോകത്തിൽ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും മോക്ഷശാസ്ത്രം മുഴുവൻ വന്നു. അതിനാദ്യം വേണ്ടത് എന്താ? ചേതസാ സർവകർമാണി മയി സന്യസ്യ. മനസ്സുകൊണ്ട് സമസ്ത കർമ്മങ്ങളെയും മത്പരാഹ. ബുദ്ധിയിൽ തത്വം ഉറപ്പിക്കണം, ഭഗവത് തത്വമാണ്. കൃഷ്ണാത് പരം കിമപി തത്വം അഹം ഉറപ്പിക്കണം ബുദ്ധിയിൽ. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരാഹ. പിന്നെയോ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഭക്തിയുടെ മുഴുവൻ ഭാവം അവിടെ വന്നു. മാം ധ്യായന്ത ഉപാസതേ. അതാണ് മറ്റേ 15ാം അധ്യായത്തിൽ പറഞ്ഞത്, യദന്തോ യോഗിനശൈനം പശ്യന്തി ആത്മനി അവസ്ഥിതം. ആ ഭാവത്തിലെത്തിയവർക്ക് എങ്ങും അന്വേഷിച്ച് പോകണ്ട. ഉള്ളിൽ പ്രകാശിക്കുന്നു. ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടോ, ഓൾ സെൻസ് ഇൻ ദ ബോഡി ആർ illumined and live and energized by me, the absolute cause, eternal reality, supreme truth. ഒന്നും വേണ്ട. ഉറപ്പ് വന്നാൽ ഇങ്ങനെ ഒരൊറ്റ ഒരു സർവ്വം മറന്നുള്ള ആ ഒരു ഇരിപ്പ് മാത്രമേ ഉണ്ടാവും. ശിലാസദൃശം, പറ പോലെ, യാതൊരു ചേഷ്ടകളും ഇല്ലാതെ. കാരണം ഈ ചേഷ്ടകൾക്കൊക്കെ പ്രേരിപ്പിക്കുന്നത് മനസ്സാണ്. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ചേഷ്ടകൾ അചേഷ്ടമായ ആത്മഭാവത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ചലനം കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എവിടെ ചലനവും കർമ്മവും ഉണ്ടോ അതെല്ലാം അജ്ഞാനത്തിൻ്റെ സൂചനകളാണ്. അതിൽ നിന്ന് മോചനം നേടി നേടി ചലനമില്ലാത്ത ഒരവസ്ഥയിലെത്തും. അതാണ് പൂർണ്ണ ഭാവം. ഇനിയാണ് ഉദ്ധവരുടെ ഗോപി മാഹാത്മ്യ കീർത്തന ഭാഗം കൂടി ശ്രദ്ധിക്കാം. അതിനു മുമ്പായിട്ട് കേട്ട ഒരു ശ്ലോകം ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗവത്തിൽ നിന്നല്ല. ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗനായൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം വന്ദാമഹേ യാദവവംശരത്നം. ഇതെഴുതിക്കൊണ്ടിരുന്ന സമയത്തെങ്ങാണ്ട് ഗ്രൂപ്പിലൊരാൾ ഇട്ട ഇതാണ്, അമ്പിയാണെന്നത്, അങ്ങനെ ആരോ ഇട്ട ഒരു ശ്ലോകമാണിത്. ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗനായൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം വന്ദാമഹേ യാദവവംശരത്നം. അതിൻ്റെ ഒരു ആമുഖമായിട്ട് അന്ന് കൊടുത്തത് ആ ശ്ലോകമാണ്. എന്നിട്ട് ഉദ്ധവരുടെ കീർത്തനമാണ് സൂചിപ്പിക്കുന്നത്. 58 മുതൽ 62 വരെയുള്ള 5 ശ്ലോകങ്ങൾ പുസ്തകത്തിലെ 59ാമത്തെ പേജിൽ.
ആ ഗോപസ്ത്രീകളെ ഭഗവാൻ അനുമോദിക്കുകയാണ്. ഈ ഗോപസ്ത്രീകളാണ് ശരിക്ക് ഭൂമിയിൽ കിട്ടിയ ജന്മത്തെ സഫലമാക്കിയവർ. ജന്മസാഫല്യം അപ്പോഴേ വന്നിടും, ഉറപ്പായിട്ട് പറഞ്ഞില്ലേ. എപ്പോഴാണ് ജന്മം സഫലമാകുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാ കാലത്തുമുള്ള എല്ലാ വ്യവഹാരങ്ങളും ഭഗവത് ഉന്മുഖമാക്കാൻ കഴിഞ്ഞാൽ അതിനെ ഭക്തി എന്ന് പറയാം. ഭക്തി കീദൃശി എന്നാണ് ഒറ്റ ചോദ്യം അമ്മ ചോദിച്ചത്. ആര്? ദേവഹൂതി മാതാവ് കപിലവാസുദേവനോട് ഒറ്റ ചോദ്യം. ഭക്തിക്ക് നിർവചനമല്ല ചോദിച്ചത്, ഭക്തി കീദൃശി എന്നാണ് ചോദിച്ചത്. അവിടെ ഭഗവാൻ പറഞ്ഞതാണ് ഭക്തിയുടെ ഭാവം. അതുതന്നെയാണ് ഇവിടെ സൂചന. ആ മനുഷ്യജന്മം ഇതാക്കി. എന്തുകൊണ്ട്? ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവ, സർവാത്മാവായ കൃഷ്ണനിൽ അവർക്ക് ഭാവം രൂഢമായില്ലേ എന്ന് പറഞ്ഞാൽ സർവാത്മാവായ ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങാൻ നമുക്ക് കഴിയണം, അല്ലേ? ഭഗവാനെ പരമമായ ഈ ഭാവത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല. ചോദ്യം ആസ്കിങ്ങും ടെല്ലിങ്ങും ഒക്കെ വളരെ എലിമെൻ്ററി സ്റ്റേജിലേ ഉള്ളൂ. അത് കഴിയുമ്പോഴോ വിവേകാനന്ദ സ്വാമികൾ പരമഹംസരോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ശുപാർശ ചെയ്യുമോ ദേവിയോട്? കാരണം വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ. സാരമില്ല, നീ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇന്ന് ദേവി പ്രത്യക്ഷപ്പെടും, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, പറഞ്ഞോ? അയ്യോ, ദേവിയുടെ സന്നിധിയിൽ എവിടെയാ? അതറിയുന്നത് വരെയുള്ളൂ, ആ പരമമായ ഭാവം അറിയുന്നത് വരെയുള്ളൂ ഈ ചോദ്യം പറച്ചിലും ഇതൊക്കെ. അവിടെ ചെല്ലുമ്പോൾ എല്ലാ ചോദ്യങ്ങളും അസ്തമിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ സർവധർമ്മങ്ങളെയും പരിത്യജിക്കാൻ കഴിയണം. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ എന്നാണ്. ഇത് ഈ ഗോപികൾക്ക്, അല്ലേ? സ്ത്രീജന്മം എന്ന് പറഞ്ഞിട്ട് അവരെ പഴിക്കരുത്. പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, സ്ത്രീകൾക്ക് ഇതിനൊന്നും അർഹതയില്ല. അവിടെ സ്ത്രീകൾക്ക് അർഹതയില്ല എന്ന് പറയുന്നത് സ്ത്രീജനങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, സ്ത്രൈണഭാവം ഉള്ളവർക്കിത്. സ്ത്രീയ വൈശ്യ തഥാ ശൂദ്രഹ ജഡ അന്ധഭാവങ്ങളൊന്നും ലിറ്ററൽ മീനിങ് എടുക്കരുത്, ഡിക്ഷണറി നോക്കാൻ പാടില്ല. അതെന്നാണ് സ്ത്രീ ബാല അന്ധ ജഡ ഭാവങ്ങളൊക്കെ അർത്ഥം വേറെയാണ്. ഡിക്ഷണറി നോക്കിയാൽ അതിൻ്റെ അർത്ഥം കിട്ടില്ല. അതുകൊണ്ടാണ് ഡിക്ഷണറി എടുത്ത് വെച്ചതൊന്നും പഠിക്കരുതെന്ന് പറയുന്നവരുണ്ടാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രൈണഭാവം മുറ്റി നിൽക്കുന്നവർ. ഗുരുദേവ ഒരിക്കൽ പറഞ്ഞാൽ തന്നെ അതാണ്. അന്ന് കാലത്ത് പാൻറ്റിട്ട ധാരാളം സ്ത്രീകളുമുണ്ട്, സാരി എടുത്ത ധാരാളം പുരുഷന്മാരുമുണ്ട് ഇവിടെ എന്നാണ്. അപ്പോൾ ഉടുത്തിരിക്കുന്നത് സാരിയാണ്, അവരൊക്കെ സ്ത്രീകൾ അല്ല എന്നർത്ഥം, അല്ലേ? അപ്പോൾ സ്ത്രീക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? സ്ത്രൈണഭാവം പ്രബലമായിട്ടിരിക്കുന്നവർക്ക്, ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇത് ദഹിക്കില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്കിത് പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ സ്ത്രീ ശരീരത്തെ അല്ല അവിടെ. അതുപോലെയാണ് ബാക്കിയല്ല. അന്ധം, ഇവൻ ധൃതരാഷ്ട്രയുടെ അന്ധത പോലും സൂചിപ്പിക്കുന്നത് ബാഹ്യമായ അന്ധതയല്ല, ഉള്ളിലെ അന്ധതയാണ്. ഇൻറ്റേർണൽ ബ്ലൈൻഡ്നെസ് ആണ് അവിടെ പ്രബലമാണ്. അതുപോലെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് സിദ്ധിക്കരുത് എന്നർത്ഥം. എവിടെ എങ്ങനെ ജനിച്ചാലും ഭക്തി ഉറയ്ക്കണം. ഇതുതന്നെ പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ കാണാമെന്നർത്ഥം, അല്ലേ? ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ട് ഭഗവാനിൽ ഭക്തിയില്ല, ചണ്ഡാലകുലത്തിൽ ജനിച്ചിട്ട് സദാസമയം ഈശ്വരചിന്തയുണ്ടെങ്കിൽ ആരെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണം? ചണ്ഡാലകുലത്തിൽ ജനിച്ചിട്ട് ഭഗവാനിൽ ഭക്തി ഉറച്ചവനെയാണ് ബ്രാഹ്മണനായിട്ട് കണക്കാക്കേണ്ടത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ. ഏതെങ്കിലും ഒരു വംശത്തിൽ, അല്ലേ, ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷ ആ സ്വരൂപത്തെ ഉറപ്പിച്ചവർക്ക് എവിടെ? രണ്ടാമത്തെ ശ്ലോകം, കേമാശ്രിയോ വനചരീർ വ്യഭിചാരദുഷ്ട്വാ കൃഷ്ണേ ക്വചൈഷ പരമാത്മനിരൂഢഭാവഃ നന്നീശ്വരോനുഭജതോ വിദുഷോപി സാക്ഷാത് ശ്രേയസ്തനോതു ഗത രാജ ഇവോപയുക്തഃ. ആ ഗോപികളുടെ ഒരു ധന്യത പ്രത്യേകത തന്നെയാണ്. എത്ര പറഞ്ഞാലും മതിയാകില്ല. അവർ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കൃഷ്ണനെ ജാരബുദ്ധിയോടുകൂടിയാണ്. അതിനവർക്ക് വ്യഭിചാരദോഷം വരെ പറഞ്ഞു.
പക്ഷേ അതിന് ഭഗവാന്റെ മഹിമ അറിയാതെ ഒരുവൻ ഭജിച്ചാലും പരമശ്രേയസ് കിട്ടും. അറിയാതെ അഗ്നിയിൽ തൊട്ടാൽ കൈകൊള്ളില്ലേ? അറിയാതെ വെള്ളമാണെന്ന് വിചാരിച്ച് വിഷമെടുത്ത് കുടിച്ചാലോ വെള്ളം വർക്ക് ചെയ്യുമോ? വിഷം വർക്ക് ചെയ്യുമോ? അതുപോലെ ഭഗവാന്റെ തത്വത്തെ ഒന്നും അങ്ങനെ അങ്ങോട്ട് ബോധിക്കാതെയാണെങ്കിൽ പോലും ഭഗവത് ഭക്തി ഉറച്ചാൽ അതാണ് പ്രധാനം. അതുകൊണ്ട് ആ കമൻട്രിയിൽ എഴുതിയിരിക്കുന്നത് പദാർത്ഥ മഹിമ അറിഞ്ഞവരെയും അറിയാത്തവരെയും ഒരുപോലെ അത് ബാധിക്കും എന്നുള്ളത് സാമാന്യ നിയമമാണ്. ന്യായം ശ്രീയോങ്ക ഉദിതാന്തരതേ പ്രസാദ സ്വർയോഷിതാ നളിരഗന്ധരുചാം കുതോന്യഃ രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീത കണ്ഠലബ്ധാശിഷാം യ ഉദഗാത്മജസുന്ദരീണാം. നിങ്ങൾക്ക് ആ ഒരു മഹാഭാഗ്യം കിട്ടിയില്ലേ? രാസലീലാ രംഗത്ത് ഭഗവാന്റെ ആ ഒരു ആലിംഗനവും എല്ലാ അഭീഷ്ടങ്ങൾക്കും നിങ്ങൾക്ക് സാധിച്ചില്ലേ? തീർച്ചയായിട്ടും അത് സാധിച്ച ഗോപികൾ നിങ്ങൾ ധന്യര് തന്നെയാണ്. വ്രജസുന്ദരി എന്നാണ് അവിടെ ശേഷിപ്പിക്കുന്നത്. ആസാമഹോ ചരണരേണ ജുഷാമഹം സ്യാം വൃന്ദാവനേ കിമവിഗുൽമലദൗഷധീനാം യാദുസ്ത്യജം സ്വജനമാര്യപഥം ജഹിത്വാ ഭേജുർമുകുന്ദപദവീം ശ്രുതിഭിർവിമുഗ്യാം. ഇതാണ് ഉദ്ധവരുടെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? ഈ ഇങ്ങനെയുള്ള ഗോപികമാർ നടന്ന വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടോ ഇല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണത്, പുല്ലായിട്ടോ കല്ലായിട്ടോ ഒക്കെ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ അല്ലെ, ഭാഗത്ത് സ്പഷ്ടമായിട്ട് പറയും. ദേവന്മാർ പ്രാർത്ഥിക്കുന്നു. കലികാലത്ത് ഭാരത ജന്മത്തിലൊരു മനുഷ്യജന്മം കിട്ടാൻ, കലികാലത്ത് ഭാരതഭൂവിൽ മനുഷ്യജന്മം കിട്ടാൻ, മൂന്നിനും പ്രസക്തി ഉണ്ടാകുന്ന ഇവരെന്ത് പുണ്യം ചെയ്തു. അതുകൊണ്ട് ആ വള്ളിക്കുടലായിട്ടോ വള്ളിയിലോ ഒരു ഔഷധിയായിട്ടോ ഒക്കെ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ ശ്ലോകം. യാവൈ ശ്രേയാർച്ചിതമജാതിഭിരാപ്തകാമൈഃ യോഗേശ്വരൈരപിയദാത്മനിരാസഗോഷ്ഠ്യാം കൃഷ്ണസ്യ തത് ഭഗവതച്ചരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹു പരിരഭ്യതാപം. ആപ്തകാമന്മാരായ ബ്രഹ്മാദികളാലും മറ്റ് യോഗേശ്വരന്മാരാലും ഭഗവാന്റെ പക്ഷത്തിൽ വസിക്കുന്ന ശ്രീദേവിയാലും പൂജിക്കപ്പെടുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ പാദപത്മത്തെ രാസസഭയിൽ സ്തനങ്ങളിൽ വെച്ച് ആലിംഗനം ചെയ്യുക വഴി ഈ ഗോപികൾ എല്ലാവിധ താപങ്ങളെയും അതിക്രമിച്ചു. സ്തനങ്ങളിൽ വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതാണ്. ബാഹ്യദൃഷ്ടിയിൽ അത് പറയുന്നെങ്കിലും ഹൃദയത്തിലേക്കുള്ള ആ സ്വീകാര്യമാണ് അവിടെ സൂചിപ്പിച്ചത് എന്നാണ്. ഇനിയാണ് ഉദ്ധവർ ഭഗവാനെ നമസ്കരിക്കുന്ന, ഗോപികമാരെ നമസ്കരിക്കുന്ന ശ്ലോകം. അതിനു മുമ്പായിട്ട് ഒരു 2 ശ്ലോകങ്ങൾ ഏകാദശ സ്കന്ധത്തിൽ പറയുന്ന ഭാഗം, അത് ഇതിനു മുമ്പാണ് ചേർത്തിരിക്കുന്നതെന്നാണ് ഓർമ്മ. 48, 49 ശ്ലോകങ്ങളിലായിട്ടൊരു 4 ശ്ലോകം കൊടുത്തിട്ടുണ്ട്. അത് ഏകാദശ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം സത്സംഗ മഹിമയാണ്. സത്സംഗത്തിൻ്റെ മാഹാത്മ്യം ഭഗവാൻ അതിസുന്ദരമായിട്ട് 12ാമത്തെ അധ്യായം മുഴുവൻ സത്സംഗം. അവിടെ സത്സംഗം കൊണ്ട് എങ്ങനെ ഗോപികമാർക്ക് ഇത് സാധിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ആ 12ാമത്തെ അധ്യായത്തിലെ 10, 11, 12, 13 ശ്ലോകങ്ങൾ, അതായത് ബുക്കിൽ 48, 49 പേജുകളിലായിട്ട് കൊടുത്തിരിക്കുന്നു. അത് നോക്കാം. രാമേണ സാർദ്ധം മധുരാം പ്രണീതേശാഫൽക്കിനാമയ്യനിരക്തചിത്താഹ വിഗാഠഭാവേന ന മേ വിയോഗതീവ്രാധയോന്യം ദദൃശുസുഖായ. ബലരാമനോടൊപ്പം, രാമേണ സൂചിപ്പിച്ചതാണ്. ചിലടത്ത് സബലം എന്ന് പറയും സൂചിപ്പിക്കും, ബലനോട് കൂടിയ കൃഷ്ണൻ എന്ന് പറയും. ഇവിടെ രാമേണ എന്ന് സൂചിപ്പിക്കും. ആ ബലരാമനോട് കൂടി ആ മധുരയിലേക്ക് പോകുമ്പോൾ ഈ ഗോപികമാരെന്ത് ചെയ്തു? വിഗാഠഭാവേന, വിശേഷണയുള്ള ഒരു ഗാഠഭാവത്തിൽ, പരമമായ പ്രേമത്തിൻ്റെ ഭാവത്തിൽ അവർ എന്നെ മാത്രം സുഖസ്ഥാനമായിട്ട് കണ്ടിരുന്നു. വേറൊന്നും അവർ കണ്ടേയില്ല. അതാണ് ബ്രാക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം എഴുതിയിട്ടുണ്ട്. അക്രൂരനല്ലീവൻ ക്രൂരനാണ് എന്ന് പറഞ്ഞ ഗോപികമാരുടെ പ്രേമഭക്തിയെ എങ്ങനെ സ്തുതിക്കാൻ. താസ്താക്ഷപാ പ്രേഷ്ടതമേന നീതാമയൈവ വൃന്ദാവനഗോചരേണ
ക്ഷണാർത്ഥവത്യാ പുനരങ്കിതാസാം ഹീനാമയാ കൽപ്പസമാ ബഭൂവു. ആ ഗോപികമാരുടെ ഭക്തിയെ ഭഗവാൻ ഉദ്ധവരോട് സൂചിപ്പിക്കുകയാണ്. ഇത് ഈ അവസരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സത്സംഗത്തിൻ്റെ ഭാവത്തിലാണ് സൂചിപ്പിക്കുന്നത്, ശ്രദ്ധിക്കുകയാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ മാത്രമായിരുന്നു. അവർ ഏതേത് രാത്രികൾ എന്നോടൊപ്പം കഴിച്ചു കൂട്ടിയോ അതൊക്കെ ക്ഷണാർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഭഗവത് ചിന്തയിൽ മാത്രം ഒഴുകിയിരിക്കുമ്പം ശ്രീനാരായണ ഗുരുദേവൻ്റെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചതെന്നറിയാം. ഒരു ത്രുടി അല്ലെങ്കിൽ സമയം ഒരു യുഗം പോലെ തോന്നും ഭഗവത് ചിന്ത ഇല്ലാത്ത സമയത്ത്. അതേസമയത്ത് മുഴുവൻ ഭഗവത് ചിന്തയിൽ ഇരിക്കുമ്പോഴോ ഒരു 10,000 ആണ്ട് ഒരു ഞൊടിയുടെ പോലെ തോന്നുകയും ചെയ്യും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരുന്നത്. എന്നെ പിരിഞ്ഞുള്ള രാത്രികൾ അവർക്ക് അത്ര ദീർഘമായിട്ട് തോന്നിയിരുന്നു. താനാവിതന്മയി അനുഷംഗബദ്ധ സുമാത്മാനമതസ്തേദം യഥാസമാധോ മുനയോബ്ധിതോ യേ നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ. ആ ഗോപികമാരുടെ ആ ഒരു സമാധി അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. പരമമായ സമാധിയിലിരിക്കുന്ന മഹർഷിമാരെ പോലെ ഈ നദികൾ സമുദ്രത്തിൽ ചേരുന്നതോട് മുമ്പ് നമ്മൾ പറഞ്ഞ ഭാഗം, ആ സമുദ്രത്തിൽ ചേരുന്നതോടുകൂടി അല്ലേ, എപ്പോഴെങ്കിലും സമുദ്രത്തിൽ ചെന്നിട്ട് ആ ഗംഗയിലെ കുറച്ച് തീർത്ഥം എടുക്കൂ, കുറച്ച് അവിടെ ചെന്ന് സമുദ്രത്തിൽ ചേരുന്നതോടുകൂടി ഗംഗ എന്ന ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ട് ഇല്ലാതെയാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ചെന്ന് ചേരുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു വിറയലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എത്തേണ്ടടുത്ത് എത്തി ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ പരമമായ ആ ഭാവത്തിലെത്തലാണ് സാധിക്കേണ്ടത്. അത് ഗോപികമാർക്ക് സാധിച്ചില്ലേ. ആണ് നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ. നാമരൂപങ്ങൾ പൂർണ്ണമായിട്ട് അസ്തപ്രജ്ഞമാകുന്നു. ഇതേപോലെയാണ് നമ്മുടെ ഇത് മുഴുവൻ. ഇനിയും ആ ധ്യാനാവസ്ഥിതമൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഷുപ്തിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കൂ. സുഷുപ്തി അവസ്ഥയിൽ ഞാൻ യോഗീശ്വരനാണോ, സ്വാമിയാണോ, അവധൂതനാണോ, ഭാഗവതാചാര്യനാണോ, ബഗറാണോ, കിങ്ങാണോ? ഒന്നുമല്ല. എപ്പോൾ ഞാൻ രാജാവാണെന്നുള്ള ബോധം വരുന്നുവോ അപ്പോൾ പിന്നെ സുഷുപ്തി അവസ്ഥയിൽ എല്ലാ നാമരൂപങ്ങളും അസ്തമിച്ച അനുഭവമല്ലേ. ഉണരുന്നുടനെ വീണ്ടും അതൊക്കെ വന്നില്ലേ. അടുത്ത് കഴിയുമ്പം രാജാവുമായി, ഭിക്ഷക്കാരനുമായി, സ്വാമി. അവിടെ എന്താ സംഭവിക്കുക? സമാധി അവസ്ഥയിൽ താൻ്റെ സ്വരൂപം ഇതാണെന്ന് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നു. അത് തന്നെയാണ് സുഷുപ്തി അവസ്ഥയിൽ സംഭവിക്കുന്നത്. പക്ഷെ അവിടെ അത് അറിയുന്നില്ല. ഇപ്പോൾ സുഷുപ്തി സമാധിയും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ വ്യത്യാസം. സമാധി അവസ്ഥയിൽ പൂർണ്ണമായ ആ സമാധി അവസ്ഥ ഉറപ്പിച്ച് വരുന്നത് വരെ ഞാനിതാണെന്നുള്ളൊരു തോന്നൽ നിൽക്കും. സുഷുപ്തി അവസ്ഥയിൽ എപ്പോൾ നല്ല ഇതിലേക്ക് വന്നുവോ പിന്നെ അവിടെ ഞാനില്ല. രണ്ടിടത്തും കോമൺ ഫാക്ടർ ഞാൻ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അതാണ് കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ 2 സ്റ്റേജ് സൂചിപ്പിക്കുന്നത്. അഷ്ടാംഗ യോഗത്തിലെ അവസാനത്തെ 3 ഭാഗം ധാരണ, ധ്യാനം, സമാധി. ധാരണ, ധ്യാനം, സമാധി എന്ന് സൂചിപ്പിക്കുന്ന ധ്യാനത്തിൻ്റെ പരമമായ കാഷ്ഠയിൽ പൂർണ്ണമായ സമാധി. അവിടെ ഞാൻ ശരീരമില്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എല്ലാം നിഷേധിക്കപ്പെട്ടിട്ട് അല്ലേ. അതാണ് നേരത്തെ പറഞ്ഞ കേന്ദ്രസ്ഥിതിയിൽ നിഷേധശേഷോ ജയദാത് ശേഷ എല്ലാം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാലും നിഷേധിക്കാനാവാത്ത ബോധം ഇങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അതാണ് വിവേകചൂഡാമണിയിൽ 10 ശ്ലോകങ്ങളെ കൊണ്ട് ആചാര്യൻ സൂചിപ്പിക്കുന്ന തുടങ്ങുന്നത്. നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ഭാവ ആത്മനി ബ്രഹ്മതത്വമഹം. നമ്മുടെ ഭാഷയിലാക്കുമ്പോൾ അത് ബ്രഹ്മതത്വമഹം. ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ ബ്രഹ്മതത്വമസി എന്ന് പറയും. നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ബ്രഹ്മതത്വമാണ് ഞാൻ. ജാതി, നീതി, കുല, ഗോത്ര, ദൂരകം ഒന്നുമല്ല എന്ന് ഉറപ്പിക്കും. ഈ 10 ശ്ലോകങ്ങൾ വിവേകചൂഡാമണിയിലെ ധ്യാന ശ്ലോകങ്ങളായിട്ട്
നമുക്ക് പറഞ്ഞു തരുന്നതാണ് എന്നാണ്. അതിൻ്റെയൊക്കെ സൂചനയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രാരംഭത്തിൽ ജാരഭാവം, ഇതാണ് നേരത്തെ പറഞ്ഞ ഭാഗം. ഉദ്ധവരോട് ഭഗവാൻ പറയുന്ന സത്സംഗത്തിന് മഹിമ പറയുന്നിടത്താണ് ഇത് സൂചിപ്പിക്കുന്നത്. മത്കാമാരമണം ജാരമസ്വരൂപ വിദോ ബലാഹ ബ്രഹ്മമാം പരമം പ്രാപു സംഗാത് ശതസഹസ്രശഃ. അവരാദ്യം ആ ജാരഭാവത്തിൽ തന്നെയാണ് എന്നെ കണ്ടത്. പക്ഷേ എന്നോട് ചേർന്നതോടുകൂടി, അതായത് ഗംഗാനദി സമുദ്രത്തിൽ ചേർന്ന ഭാഗം പറഞ്ഞതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കണം അവിടെ. അപ്പോൾ മനസ്സിലായി പരബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ. അവിടെ ഇപ്പോൾ ഈ ജാരഭാവവും ഇല്ല, സ്ത്രീഭാവവും ഇല്ല. എവിടെ? ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് പിന്നീട് നമ്മൾ അവസാനത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നത്. ഉദ്ധവർ ഭഗവാനെ നമസ്കരിക്കുന്നു, ഗോപികമാരെ നമസ്കരിക്കുന്നു. നമസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ ഉദ്ധവരെ മധുരാപുരിയിലേക്ക് യാത്രയാക്കുന്നതുമായ, അതായത് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. എല്ലാവർക്കും കൂടി ജപിക്കാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. ഏതൊരു ഗോപികമാരുടെ ഹരികഥോദ്ഗീതമാണോ ത്രിഭുവനങ്ങളെയും ശുദ്ധീകരിക്കുന്നത്, ആ ഗോപികമാരുടെ പാദധൂളിയെ ഞാൻ എല്ലായ്പ്പോഴും മുഹുർമുഹു വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗോപി മാഹാത്മ്യം കീർത്തിച്ച ശേഷം ഉദ്ധവൻ ഗോപികളുടെ കാലടികൾ പതിഞ്ഞിരിക്കുന്ന ഭൂരേണുകളിൽ കിടന്ന് ഉരുണ്ട് ധന്യനായി. അതാണ് എഴുതിയിരിക്കുന്ന വാചകം. വ്രജഭൂമിയിൽ ഈ സ്ഥലത്ത് ഇന്നും കൃഷ്ണഭക്തർ കിടന്ന് ഉരുണ്ട് കൃതകൃത്യരാകാറുണ്ട്. അവിടെ ഉദ്ധവരെ നമ്മൾ സംജ്ഞ കൊടുത്തതിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഉദ്ധവരും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഭഗവാനെ വിട്ടുപിരിയാതെ 113 വർഷം പിരിയാതെ സേവിച്ചു. കാരണം ഭഗവാൻ 12 വയസ്സുള്ളപ്പോൾ മധുരയെ വരുമ്പോഴാണ് ഉദ്ധവരുമായിട്ട് ബന്ധം തുടങ്ങുന്നത്. അതാണ് 125 12 കുറച്ച് ബാക്കി 113 പറയാൻ കഴിയും. കണക്ക് ശരിയാണെന്ന് അറിയില്ല, നമ്മുടെ മനസ്സിൽ തോന്നിയ കണക്കാണ്. ഈ 113 വർഷങ്ങൾ ഭഗവാനെ സേവിച്ച ആളാണ് ഉദ്ധവര്. ഭഗവാൻ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥിരമായ മൂർത്തിയും ഉദ്ധവര് ഉത്സവമൂർത്തിയും എന്ന് വേണം പറയുക. ഭഗവാൻ ഇന്ന് ഇട്ടിട്ട് മാറ്റിവിടുന്ന വസ്ത്രമാണ് ഉദ്ധവര് നാളെ. ഉദ്ധവരും അർജുനും തമ്മിലുള്ള കമ്പാരിസണൊക്കെ പഠിച്ചാൽ നല്ല രസമാണ്, ഒരുപാട് ചിന്തിക്കാനുണ്ട് എന്നർത്ഥം. എന്തായാലും ആ ത്വംതു ഭാഗവതേഷ്വഹം, അവിടെ അർജുനനോട് പറഞ്ഞ വിഭൂതി വിസ്തരിച്ചപ്പോൾ പാണ്ഡവനിൽ ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞപ്പോൾ വിഷ്ണുകളിൽ വെച്ച് ഞാൻ ഉദ്ധവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തമ്മിൽ ഭേദമേ ഇല്ല എന്ന് സൂചിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ ഉദ്ധവൻ യാത്രയാകുന്നു എന്ന് ചുമ്മാ ഒന്നെടുത്തിട്ട് അങ്ങ് വെച്ചാൽ അങ്ങനെ ഉദ്ധവരോട് കരഞ്ഞുകൊണ്ട് ഗോപികമാരോടും യശോദയോടും നന്ദനോടും ഒക്കെ യാത്ര പറഞ്ഞ് തേരിലേക്ക് കയറി നാനാവിധ കാഴ്ചദ്രവ്യങ്ങളും കണ്ണുനീരോടുകൂടി അശ്രുകണങ്ങളോട് കൂടിയിട്ട് ബ്രഹ്മദേവൻ ഭഗവാനെ പാദാഭിഷേകം ചെയ്തെടുത്ത് പറയും അശ്രുജലാഭിഷേകം. നമുക്കൊക്കെയാണ് 2 കണ്ണിൽ നിന്നല്ലേ വരുള്ളൂ. ബ്രഹ്മദേവന് കണ്ണുകളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് എല്ലാ കണ്ണുകളിൽ നിന്നും ആനന്ദ അശ്രുക്കൾ വന്ന് അതുകൊണ്ട് ഭഗവാന് പാദത്തിൽ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ
ബ്രഹ്മമോഹന ലീലയെന്നാണ്. ഇവിടെ അതുപോലാണ്. കണ്ണുകളിൽ ജലധാരകളോടുകൂടി എല്ലാവരും വന്നു. നന്ദാദികളും ശോതകളും എല്ലാവരും ഉദ്ധവനെ അനുഗമിച്ച് ഉദ്ധവരെ യാത്രയാക്കി. അവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു, ഗുരുഭാവത്തിൽ ഉദ്ധവരെ നമസ്കരിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. മനസ്സോ വൃത്തയോ നസ്യ കൃഷ്ണപാദാംബുജാശ്രയാഹ വാചോ വിധായധീനാം കായസ്തത് പ്രഹൃണാദിഷു. ഒരു ഗുരുഭാവം. എന്തുകൊണ്ട്? ഭഗവാനിലേക്ക് കൈപിടിച്ച് നമ്മെ എത്തിക്കുന്നത് ഗുരുനാഥനാണ് ആണ് ഗുരുവിൻ്റെ പ്രാധാന്യം. കൈവർത്തക കേശവ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. അതുപോലെയാണ് ഗുരുനാഥനാണ് നമ്മെ കൈപിടിച്ച് ഗുരു ഭഗവത് തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ ഒരു ബോധ്യം തങ്ങൾക്ക് കിട്ടിയത് ഈ ഉദ്ധവരിൽ നിന്നാണല്ലോ എന്നുള്ളത് കൊണ്ട് ഗുരുവായിട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അനുഗ്രഹിക്കണേ. സദാസമയവും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും എല്ലാ വൃത്തികളും ആ ശ്രീകൃഷ്ണ ചരണാരവിന്ദത്തിൽ നിന്ന് പിരിയാതെ ഇരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഗുരുഭാവത്തിൽ ഉദ്ധവരോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് മറ്റൊരു പ്രാർത്ഥന 67-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. കർമ്മഭിർ ഭ്രാമ്യമാണാനാം എത്ര ക്വാവീശ്വരച്ഛയാ മംഗളാചരിതയുധാനൈ രതിർന കൃഷ്ണ ഈശ്വരേ. കർമ്മം കൊണ്ട് ഭ്രമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് സത്കർമ്മങ്ങൾ കൊണ്ടും ദാനധർമാദി പുണ്യകർമ്മങ്ങളും ഒക്കെ കൊണ്ട് ആ ഭഗവാനിൽ ഇടതടവില്ലാത്ത ആ ചിന്ത, റിമംബറൻസ്, സ്മരണ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഉദ്ധവൻ മധുരാപുരിയിലേക്ക് നടന്നു. അതിൻ്റെ സമ്മിങ്ങപ്പ് സൂചിപ്പിച്ചു. ഉത്തമ ഭക്തർക്ക് മാതൃകയായി ഗോപികമാരെ ചൂണ്ടിക്കാണിച്ച ശ്രീ നാരദ ദേവർഷിക്ക് പ്രണാമം. യഥാ വ്രജഗോപികാനാം ശ്രീകൃഷ്ണ ചരണാഭോജം സ്മര ദുഃഖം ഗമിഷ്യതി എന്ന് ഭക്തിദേവിക്ക് ഉറപ്പ് നൽകിയ ദേവർഷിക്ക് വീണ്ടും വീണ്ടും സാദര പ്രണാമം. ദേവിക്ക് ഭക്തി നാരദ സംവാദത്തിൽ നാരദൻ കൊടുത്ത ഗ്യാരണ്ടിയാണ് എന്നർത്ഥം. എന്താണ്? ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. അപ്പോൾ ദുഃഖത്തിന് മൂലകാരണമായ അജ്ഞാനം ഇല്ലാതാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ സ്മരിക്കലാണ് ദുഃഖനിവൃത്തി. അല്ലാത്തതൊക്കെ ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കുക എന്ന് പറയുന്നത് പോലെ ഉള്ള ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ. ഭാഗവത്തിൽ നല്ലൊരു ഉദാഹരണം സൂചിപ്പിക്കുന്നത്, തലയിൽ വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തലയിൽ നിന്ന് ആ ഭാരം എടുത്ത് തോളത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആവോ എന്തൊരാശ്വാസം. ആരുടെ തലയിലായിരുന്നു? എൻ്റെ തലയിൽ. ഇപ്പോൾ ആരുടെ തോളത്ത്? എൻ്റെ തല. പറയുന്നത് എന്താ? എന്തൊരാശ്വാസം. ഇതുപോലെയുള്ളൂ മറ്റുള്ള അപ്പോഴെന്തോ ഒരു ആശ്വാസം ഉള്ളതുപോലെ തോന്നൽ മാത്രമേ ഉള്ളൂ. സ്ഥിരമായ ആ ഒരു ഭാവം വരണമെങ്കിൽ ഭഗവാനിൽ ഭക്തി ഉറക്കെ മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് ബോധ്യപ്പെട്ടു ഉദ്ധവർക്ക്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിസത്തമനായ ബൃഹസ്പതി ശിഷ്യനായ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട സഖാവായ ഉദ്ധവരെ വ്രജത്തിലേക്ക് വിട്ടത്. അങ്ങനെ ഉദ്ധവരിൽ കൂടിയാണ് ഗോപികമാരുടെ ഭക്തി കൂടുതൽ പ്രസിദ്ധമായത്. വേദവ്യാസ ഭഗവാൻ ഉദ്ധവരിൽ കൂടിയാണ് ഗോപികമാരെ പ്രശസ്തരാക്കിയത്. ആ ഗോപികമാരെ, അവരുടെ പാദധൂളിയെ നമുക്ക് വീണ്ടും 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 നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു വിചിന്തന രംഗം ഗുരുനാഥൻ്റെ പാദങ്ങളിൽ, ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. വീണ്ടും വീണ്ടും ഭാഗവത ചിന്തകൾക്ക് നമുക്ക് അനുഗ്രഹം തരണേ. ഈ ചുരുങ്ങിയ ജീവിതയാത്രയിൽ ജന്മസാഫല്യത്തിന് ഗുരു അനുഗ്രഹം, ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച്, ഉദ്ധവരുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് നമുക്ക് ഇത് സമർപ്പിക്കാൻ കഴിയട്ടെ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം
പുനാദിഭുവനത്രയം പുനാദിഭുവനത്രയം. ഗുരുവായൂരപ്പാ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീവല്ലഭാഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീചിന്മയാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഗുരുജിയെയും സഹപ്രവർത്തകരെയും എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. ശ്രീ ചിന്മയത്തിനും അവിടുത്തെ അന്തേവാസികളായ ഞങ്ങൾക്കും കിട്ടിയ അത്യപൂർവമായ ഒരു ഭാഗ്യം. എങ്ങനെയാണോ ഗുരുദാസന് നമ്മളെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നത്, ആരെങ്കിലുമൊക്കെ നിമിത്തമാക്കി അതിന് തരുന്നു എന്നർത്ഥം. ആ കാരുണ്യം വീണ്ടും 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 അനുഭവിക്കാനും ഈ ജന്മം സഫലമാക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. ഹരി ഓം ഹരി ഓം ഹരി ഓം.